സ്മൃതി പരുത്തിക്കാട്. നമസ്കാരം. രാജസ്ഥാനിലെ ബൻസ്വാരയിൽ മോദി നടത്തിയ മുസ്ലിം വിരുദ്ധ പ്രസംഗം പേടിയിൽ നിന്നാണെന്ന് പ്രതിപക്ഷം വിലയിരുത്തുന്നു. രാജസ്ഥാനിൽ ആദ്യഘട്ടത്തിൽ പോളിംഗ് ശതമാനം കുറഞ്ഞതിന് പിന്നാലെ നടത്തിയ പ്രസംഗമാണ്. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ വാക്കുകളെ വളച്ചൊടിച്ച് നടത്തിയ പ്രസംഗത്തിനെതിരെ വ്യാപക പ്രതിഷേധം ഉയർന്നു കഴിഞ്ഞു. കലാപാഹ്വാനമെന്നും കേസെടുക്കണമെന്നും പ്രതിപക്ഷ നേതാക്കൾ ആവർത്തിച്ചു പറഞ്ഞിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷന് മൗനമാണ്. കമ്മീഷൻ കാണുന്നില്ലേ? ചർച്ചയിൽ CPM പ്രതിനിധി അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, കോൺഗ്രസിൽ നിന്നും KP നൌഷാദ് അലി, BJP-യിൽ നിന്ന് സന്ദീപ് വാര്യർ എന്നിവരാണ്. ആദ്യം ശ്രീ സന്ദീപ് വാര്യർ, മോദിയുടെ ബൻസ്വാര പ്രസംഗം തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘനമല്ലേ? ചർച്ചയിൽ നമ്മോടൊപ്പം അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ കൂടിയുണ്ട്. അദ്ദേഹം സുപ്രീം കോടതി അഭിഭാഷകനാണ്. പക്ഷേ നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുന്നത് രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന നിലയ്ക്കാണ്. സന്ദീപ് പറഞ്ഞോളൂ. അല്ല, ഈ ഏതെങ്കിലും രാഷ്ട്രീയ നേതാവ് തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ നടത്തുന്ന പ്രസംഗങ്ങൾ അത് തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനമാണോ എന്ന് പറയേണ്ടതും പരിശോധിക്കേണ്ടതും തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഞാനെന്താണ് അത് സംബന്ധിച്ച് അഭിപ്രായം പറയുന്നത്? പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഭാരതീയ ജനതാ പാർട്ടിയും നാളിതുവരെ ഞാൻ വിലയിരുത്തേണ്ട ആളല്ലോ. ഞാൻ BJP-യുടെ വക്താവ് എന്നുള്ള നിലയ്ക്ക് BJP-യെ പ്രതിനിധീകരിച്ച് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഞാൻ എന്റെ പാർട്ടിയുടെ അഭിപ്രായം പറയുന്നത്. എന്റെ വിലയിരുത്തലൊന്നും ഇവിടെ പറയേണ്ട കാര്യമില്ല, അതിന് പ്രസക്തിയില്ല. ഞാൻ എന്റെ പാർട്ടിയുടെ അഭിപ്രായം പറയുകയാണ്. BJP-യും ശ്രീ നരേന്ദ്രമോദിയും എത്രയോ കാലമായി നിരന്തരമായി പ്രീണന രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള നിലപാടുകൾ പറയുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. ഞങ്ങളുടേത് ഏതെങ്കിലും ഒളിച്ചു വെക്കപ്പെട്ടൊരു നിലപാട്, എവിടെയും ഞങ്ങൾ അങ്ങനെ ഒരു നിലപാട് ഒളിച്ചു വെച്ചിട്ടില്ല. ഞങ്ങൾ പരസ്യമായിട്ട് പറയുന്ന കാര്യങ്ങളാണ്. ഏവർക്കും തുല്യനീതി, ആരോടുമില്ല പ്രീണനം എന്നുള്ളത് ഞങ്ങളെ ജനസംഘകാരങ്ങളുടെ നിലപാടാണ്. സന്ദീപിന് വിശദീകരിക്കാം, സമയവും തരാം. ഞാൻ ചോദിച്ചത് അദ്ദേഹത്തിന്റെ പ്രസംഗം തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനമല്ലേ എന്നുള്ളതാണ്. BJP-ക്ക് നിലപാടുണ്ട്, താങ്കൾ പറഞ്ഞത് ശരിയാണ്. മോദിയുടെ പ്രസംഗത്തിലെ വാചകങ്ങൾ ഞാനൊന്ന് വായിക്കാം. രാജ്യത്തിന്റെ സമ്പത്തിന്റെ ആദ്യ അവകാശികൾ മുസ്ലിങ്ങളാണ് എന്ന് കോൺഗ്രസിന്റെ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് പ്രസ്താവിച്ചിട്ടുണ്ട്. ഈ സ്വത്തുക്കളെല്ലാം ഒരുമിച്ച് കൂട്ടി കൂടുതൽ മക്കളുള്ളവർക്കും നുഴഞ്ഞുകയറ്റക്കാർക്കും നൽകുമെന്നാണ് അതിനർത്ഥം. നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ സ്വത്തുക്കൾ നുഴഞ്ഞുകയറ്റക്കാർക്ക് നൽകണോ? ഇത് നിങ്ങൾക്ക് അംഗീകരിക്കാനാകുമോ? അമ്മമാരുടെയും പെൺമക്കളുടെയും സ്വർണ്ണങ്ങളുടെ കണക്കെടുത്ത് വിതരണം ചെയ്യുമെന്നാണ് കോൺഗ്രസ് പ്രകടന പത്രികയിൽ പറയുന്നത്. നിങ്ങളുടെ താലിമാലയെപ്പോലും ഈ അർബൻ നക്സലുകൾ വെറുതെ വിടില്ല. ഇത് വിഭജനമുണ്ടാക്കുന്ന, ഭിന്നിപ്പുണ്ടാക്കുന്ന പ്രസംഗമല്ലേ? ഇനി പറഞ്ഞോളൂ. അല്ല, ആ പ്രസംഗം ആ 4 വരിയിൽ മാത്രം ഒതുക്കിയിട്ടുള്ള പ്രസംഗമല്ല. അതിന് മുൻപും കുറെ വാചകങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അതിനുശേഷവും പറഞ്ഞിട്ടുണ്ട്. നോക്കൂ, ഇവിടെ BJP-യുടെ നിലപാടെന്ന് പറയുന്നത് ഇക്കാര്യത്തിൽ വളരെ വ്യക്തമാണ്, സുതാര്യമാണ്. ഞങ്ങൾ അൺഅപ്പോളജറ്റിക് ആണ്. തുടക്കത്തിൽ തന്നെ പറയാലോ, അൺഅപ്പോളജറ്റിക് ആണ് ഞങ്ങളുടെ നിലപാടിന്റെ വിഷയത്തിൽ. ആ നിലപാടെന്ന് പറയുന്നത് ഞങ്ങൾ പ്രീണന രാഷ്ട്രീയത്തിനെതിരാണ്. BJP എപ്പോഴും ഏവർക്കും തുല്യനീതി, ആരോടുമില്ല പ്രീണനം എന്ന നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. ഞങ്ങളത് പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസിന്റെ രാഷ്ട്രീയം തുടക്കം മുതൽ മുസ്ലിം പ്രീണനത്തിൽ അടിസ്ഥാനമാക്കിയുള്ള രാഷ്ട്രീയമാണ്. അതിലൊരു സംശയവും വേണ്ട. അത് ഷബാനു കേസ് മുതലുള്ള നിരവധിയായിട്ടുള്ള സംഗതികൾ എടുത്ത് പരിശോധിച്ചാൽ തെരഞ്ഞെടുപ്പിൽ മൈനോറിറ്റി വോട്ട് ബാങ്കിനെ, മുസ്ലിം വോട്ട് ബാങ്കിനെ പ്രീണിപ്പിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകാൻ അവർക്ക് മടിയില്ല എന്നുള്ളത് കാലങ്ങളായിട്ടുള്ള കോൺഗ്രസിന്റെ ചരിത്രമാണ്. ഷബാനു കേസിലെ സുപ്രീം കോടതി വിധി മറികടക്കാൻ വേണ്ടി രാജ്യത്ത് ഉണ്ടായിരുന്ന ഭൂരിപക്ഷം ഉപയോഗിച്ചുകൊണ്ട് മുസ്ലിം മതപൗരോഹിത്യത്തെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നിയമം ഉണ്ടാക്കിയവരാണ് കോൺഗ്രസുകാർ. ഈ രാജ്യത്തെ ഹിന്ദു മുസ്ലിം വിഭജനത്തിലേക്ക് അല്ലെങ്കിൽ ഡിവൈഡിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ആ കേസിനെ പോലും ദുരുപയോഗിച്ചവരാണ് കോൺഗ്രസുകാർ. 1. 2, നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ. ഇപ്പൊ ഈ പ്രസംഗത്തിന് ആധാരമായി പറയുന്ന പ്രസംഗം ഉൾപ്പെടെ ശ്രീ മൻമോഹൻ സിംഗ് ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ നടത്തിയ 4 or 5 പ്രസംഗങ്ങളിൽ അദ്ദേഹം പറയുന്നത് എന്താ? മൻമോഹൻ സിംഗിന്റെ പ്രസംഗത്തിലെ വാചകങ്ങൾ പിന്നീട് വായിക്കാം. നമുക്ക് ഇതാദ്യം പറഞ്ഞ ശേഷം, ആദ്യം മോദിയുടെ പ്രസംഗത്തിന് ശേഷം മൻമോഹൻ സിംഗിന്റെ പ്രസംഗത്തിലേക്ക് പോകാം. ശ്രീ സന്ദീപ് വാര്യർ, അപ്പോൾ നിങ്ങൾ ഇവിടുത്തെ ന്യൂനപക്ഷമായ മുസ്ലിം വിഭാഗത്തെ കൂടുതൽ മക്കളുള്ളവരായും നുഴഞ്ഞുകയറ്റക്കാരായും കാണുന്നു എന്ന് പറഞ്ഞാൽ താങ്കൾ അത് ശരിവെക്കുമോ? ഞാൻ നോക്കൂ, നിങ്ങളൊരു വിഷയം സംസാരിക്കുന്ന സമയത്ത് അത് പൂർണ്ണമായും സംസാരിക്കാൻ അനുവദിക്കൂ. ഈ പ്രസംഗത്തിന്റെ ആധാരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് മൻമോഹൻ സിംഗ് നടത്തിയിട്ടുള്ള പ്രസംഗമാണ്. മൻമോഹൻ സിംഗ് നടത്തിയ ഒരു പ്രസംഗമല്ല, UPA സർക്കാരിൽ പ്രധാനമന്ത്രിയായിരിക്കുന്ന കാലത്ത് അദ്ദേഹം നടത്തിയിട്ടുള്ള 4 or 5 പ്രസംഗങ്ങളിൽ കോൺഗ്രസിന്റെ നയം എന്താ? കോൺഗ്രസിന്റെ നയം മൻമോഹൻ സിംഗ് പ്രഖ്യാപിച്ചിട്ടുള്ളത് മൈനോറിറ്റി എന്ന് പറയുമ്പോൾ മൈനോറിറ്റികളിൽ ചില വിഭാഗങ്ങൾ, അതായത് സിഖുകാരും ജൈനരും ക്രൈസ്തവരും അടക്കമുള്ള ചില വിഭാഗങ്ങൾ അവർ സാമൂഹ്യമായി ഉയർന്നതാണ്. അവർക്ക് ഇത്തരത്തിലുള്ള സഹായത്തിന്റെ ഒന്നും ആവശ്യമില്ല. പർട്ടിക്കുലർലി മുസ്ലിംസിനാണ് സഹായം ആവശ്യമുള്ളത്, മുസ്ലിങ്ങൾക്കാണ് സഹായം ആവശ്യമുള്ളത്. ഒരു തവണയല്ല, 4 or 5 തവണ പ്രഖ്യാപിച്ചിട്ടുള്ള പ്രധാനമന്ത്രിയായിരുന്നു മൻമോഹൻ സിംഗ്. അത് മാത്രമല്ല, സമ്പത്തിന്റെ വിതരണത്തിൽ ആദ്യാവകാശികൾ പർട്ടിക്കുലർലി മുസ്ലിംസ്. നിങ്ങൾ BJP ഹാൻഡിലുകളിൽ മൻമോഹൻ സിംഗ് 2006 December 9 നടത്തിയ പ്രസംഗത്തിന്റെ 22 സെക്കൻഡുള്ള വീഡിയോയാണല്ലോ എക്സിൽ പങ്കുവച്ചിട്ടുള്ളത്. അതിൽ
നിങ്ങൾ പറയുന്നത് ചില പ്രത്യേക ഭാഗമാണ്. രാജ്യത്തിന്റെ സമ്പത്തിന്റെ ആദ്യ അവകാശികൾ മുസ്ലിങ്ങളാണ് എന്നൊരു പ്രസ്താവന മൻമോഹൻ സിംഗ് തന്റെ പ്രസംഗത്തിൽ നടത്തിയിട്ടില്ല. കോൺഗ്രസ് പ്രകടന പത്രികയിലും മോദി ഉന്നയിക്കുന്ന ഈ പരാമർശമില്ല. ദേശീയ വികസന കൗൺസിൽ യോഗത്തിൽ മൻമോഹൻ സിംഗ് നടത്തിയ പരാമർശത്തിൽ അദ്ദേഹം പറയുന്നത് ന്യൂനപക്ഷത്തിന്, പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷത്തിന് വികസനത്തിന്റെ ഫലം തുല്യമായി വിതരണം ചെയ്യത്തക്ക വിധത്തിലുള്ള പുതിയ പദ്ധതികൾ നമുക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. അവർക്ക് വിഭവങ്ങളിൽ പ്രാഥമിക അവകാശങ്ങളുണ്ട്. മുസ്ലിം അവകാശി എന്ന് എവിടെയും അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറഞ്ഞിട്ടില്ല. യഥാർത്ഥത്തിൽ പദ്ധതി മുൻഗണനകളുടെയും വിഭവ വിതരണത്തിന്റെയും കാര്യത്തിൽ രാജ്യത്തെ പാർശ്വവൽകൃത വിഭാഗങ്ങൾ നേരിടുന്ന അസമത്വത്തെക്കുറിച്ചുള്ള പ്രസംഗമായിരുന്നു അത്. ആ പ്രസംഗത്തിൽ പട്ടികജാതി, പട്ടികവർഗം, സ്ത്രീകൾ, കുട്ടികൾ, ന്യൂനപക്ഷങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷം എന്നിവർ അവഗണന നേരിടുന്നു എന്ന കൃത്യമായ വസ്തുതയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാഗം മാത്രം എടുത്തുകൊണ്ട് മോദി ആയാലും അമിത്ഷാ ആയാലും പ്രസംഗിക്കുന്നത്, അതും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത്, എന്തുദ്ദേശത്തിലാണ്? ഇവിടെ എന്താണ് കോഡ് ഓഫ് കണ്ടക്ട്? സ്മൃതി, ഞാൻ അതിലേക്ക് വരാം. നിങ്ങൾ ചോദിച്ച ചോദ്യം പ്രസക്തമാണ്, ഞാൻ അംഗീകരിക്കുന്നു. പ്രധാനമന്ത്രിയായിരുന്നു മൻമോഹൻ സിംഗ് നടത്തിയിട്ടുള്ള ഒരു പ്രസംഗം അല്ല, അദ്ദേഹം നടത്തിയിട്ടുള്ള 4 or 5 പ്രസംഗങ്ങൾ, അതിന്റെ പൂർണ്ണമായ ടെക്സ്റ്റ് ഞാൻ വേണമെങ്കിൽ അയച്ചു തരാം. 2006 ഡിസംബർ 27 നടത്തിയ പ്രസംഗത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മൻമോഹൻ സിംഗ് എന്താ പറയുന്നത്? ഇന്ത്യയിലെ മതന്യൂനപക്ഷ വിഭാഗങ്ങളിൽ ചില ആളുകൾ, ആ ചില ഗ്രൂപ്പുകൾ എല്ലാം നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്, അവർക്കെല്ലാം വികസനം എത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ അവരെല്ലാം നന്നായി പെർഫോം ചെയ്യുന്നവരാണ്. മുസ്ലിംസിനാണ് പിന്നോക്കാവസ്ഥയുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ മുസ്ലിങ്ങൾക്ക് വേണ്ടി ചില പ്രത്യേക കാര്യങ്ങൾ നടപ്പിലാക്കുന്നു. ഒരു തവണയല്ല, ഏകദേശം 4 സ്പീച്ചുകൾ ഇതടക്കം ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. ഈ പെർട്ടിക്കുലർലി മുസ്ലിംസ് എന്തിനാണ് ഒരു പ്രധാനമന്ത്രി എടുത്തു പറയുന്നത്? അദ്ദേഹത്തിന് വേണമെങ്കിൽ എല്ലാ മൈനോറിറ്റി ഗ്രൂപ്പ്സിനെ കുറിച്ച് പറയാമല്ലോ. മതന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ചില കാര്യങ്ങൾ പറയും. കോൺഗ്രസിന്റെ ഇതേ നയം. നിങ്ങൾ എക്സിൽ പങ്കുവെക്കുന്നത് ഒരു പ്രസംഗം, ആദ്യം ഒരു പ്രസംഗം എന്ന് പറയുക, പിന്നീട് 4 ഉണ്ട് എന്ന് പറയുക, നിങ്ങൾക്ക് തോന്നുന്ന ഘട്ടത്തിൽ തോന്നുന്ന രൂപത്തിൽ അവതരിപ്പിക്കുക. ഇതേ രീതിയിൽ തന്നെയാണ് മുൻപ് ഒരു തിരഞ്ഞെടുപ്പിൽ ഇതേപോലെ മൻമോഹൻ സിംഗിനെതിരെ നരേന്ദ്രമോദി പ്രചാരണത്തിൽ പറഞ്ഞിട്ടുണ്ട്, പാകിസ്ഥാനുമായി ഗൂഢാലോചന നടത്തി ഈ രാജ്യത്തിനെതിരെ എന്ന്. അതങ്ങനെ പ്രസംഗിക്കുകയും അത് തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ ഒരിടത്തും രണ്ടിടത്തുമല്ല പ്രസംഗിച്ചത്. പിന്നീട് തെരഞ്ഞെടുപ്പിന് ശേഷം അദ്ദേഹം പറഞ്ഞു, ഞാൻ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ വെറുതെ പറഞ്ഞതാണെന്ന്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്ന സമയത്ത് പറയുകയും പിന്നീട് പിൻവലിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമല്ല ഇത്. അതിന്റെ ഉത്തരവാദിത്തോടു കൂടി തന്നെ പറയൂ. മൻമോഹൻ സിംഗിന്റെ പ്രസംഗത്തിൽ അങ്ങനെ മുസ്ലിം വിഭാഗം എന്ന് മാത്രമായിട്ട് എവിടെയുമില്ല. സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ഇല്ല, മറ്റു ന്യൂനപക്ഷങ്ങളെ കൂടി പറയുന്നുണ്ട്, പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തെ കുറിച്ച് പറയുന്നുണ്ട്. അല്ല, ഞാൻ അതാ പറഞ്ഞത്. സ്മൃതി ഒന്നുകിൽ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ദയവ് ചെയ്തിട്ട് ശ്രമിക്കൂ. ഞാൻ പറയട്ടെ, പെർട്ടിക്കുലർലി മുസ്ലിംസ് എന്തിനാണ് എടുത്തു പറഞ്ഞിട്ടുള്ളത്? മുസ്ലിങ്ങൾക്ക് പ്രത്യേകമായി എന്തിനാണ് എടുത്തു പറയുന്നത്? എന്തിനാണ് കോൺഗ്രസ് ഈ മുസ്ലിം വിഭാഗത്തെ കൂടുതലായി പരിഗണിക്കുന്നത്? തുല്യമായി പരിഗണിച്ചുകൂടെ? ഈ കോൺഗ്രസിന്റെ ഇതേ നയമാണ് കേരളത്തിൽ നടപ്പാക്കിയത് 80-20. ഇത് നരേന്ദ്രമോദി മാത്രം പറഞ്ഞതാണോ? സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് ലോക്സഭയുടെ മേശപ്പുറത്ത് വച്ചതിന്റെ തൊട്ടടുത്ത ദിവസം നടത്തിയ പ്രസംഗമാണ് സന്ദീപ് വാര്യർ. ആ റിപ്പോർട്ടിൽ എന്താണുള്ളത്? ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് പറയാമെന്ന് കേൾക്കണ്ടേ? പറയാമോ സ്മൃതി? ഞാൻ സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് ചർച്ച ചെയ്യാൻ വന്നിരുന്ന ആളല്ല. അങ്ങനെ പറയരുത്. അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്ന പോലെ അടർത്തിയെടുത്ത് പറയാവുന്നതല്ലോ. അങ്ങനെ പറയും. ഇല്ല, അങ്ങനെ പറഞ്ഞുകൂടാ. അങ്ങനെ പറയുമ്പോൾ അർത്ഥം മാറും. അങ്ങനെ അർത്ഥം മാറാൻ പാടുമോ? സ്മൃതി, ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, ദയവ് ചെയ്ത് തടസ്സപ്പെടുത്തരുത്. ഞാൻ പറയുന്നത് കേൾക്കാനുള്ള സൗമനസ്യം, സഹിഷ്ണുത കാണിക്കണം. നിങ്ങൾക്ക് ഇൻഹെറിറ്റന്റ് ആയിട്ടുള്ള BJP വിരോധം ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് അത് ഈ ചർച്ചയുടെ അവസ്ഥയിൽ കാണിക്കാതിരിക്കൂ. നിങ്ങൾ ഗ്രൗണ്ട് ലെവൽ പൊളിറ്റിക്സിൽ നിങ്ങളുടെ വിരോധത്തെയും വിദ്വേഷത്തെയും സന്ദീപ് വാര്യർ താങ്കൾ വിശദീകരിക്കൂ. ഞാൻ പറയുന്ന കാര്യം കൃത്യമാണ്. ഞങ്ങളുടെ പൊളിറ്റിക്സ് മുസ്ലിം അപ്പീസ്മെന്റിന് എതിരാണ്. കോൺഗ്രസിന്റെ പൊളിറ്റിക്സ് മുസ്ലിം അപ്പീസ്മെന്റ് ആണ്. എല്ലാ കാലത്തും മുസ്ലിങ്ങളെ അപ്പീസ് ചെയ്തുകൊണ്ട്, അവരെ പ്രീണിപ്പിച്ചുകൊണ്ട്, പ്രീണന രാഷ്ട്രീയം കളിച്ച് വോട്ട് ബാങ്ക് നേടിയിട്ടുള്ളത് കോൺഗ്രസ് ആണ്. അത് ഷബാനു കേസിന്റെ കാര്യത്തിൽ വ്യക്തമാണല്ലോ. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചല്ലോ. 1. 2, ഞാൻ ചില കാര്യങ്ങൾ പറയട്ടെ. ഇത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാത്രം പറഞ്ഞിട്ടുള്ള കാര്യമാണോ? നിങ്ങൾ മൻമോഹൻ സിംഗ് അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയരുത്. മൻമോഹൻ സിംഗ് ഒരു പ്രസംഗത്തിലല്ല, 4 or 5 പ്രസംഗത്തിൽ ഈ രാജ്യത്ത് മുസ്ലിം വിഭാഗത്തിന് മാത്രമാണ് ആനുകൂല്യങ്ങൾ കിട്ടേണ്ടത്, അവരാണ് സമ്പത്തിന്റെ ആദ്യാവകാശികൾ. ഒരു തവണയല്ല, 4 or 5 തവണ പറഞ്ഞു. അദ്ദേഹം പ്രത്യേകം എടുത്തു പറഞ്ഞ കാര്യം ജയിലിൽ സിഖുകാരും. ഞാൻ വായിച്ചുതരാം. താങ്കൾ കളവാണ് പറയുന്നത്. അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ ഇപ്പൊ തരാം. മുസ്ലിങ്ങൾ മാത്രമാണ് എവിടെയും പറഞ്ഞിട്ടില്ല. എവിടെ എടുത്തു തരുന്നതാണ് ഞാൻ കളവ് പറയുന്നു എന്ന് പരിസ്ഥിതിക്ക് ഞാൻ ഈ ചർച്ചയിൽ ഇരിക്കേണ്ട കാര്യമില്ലല്ലോ.
അല്ല, കളവാണ് പറയുന്നത്. നിങ്ങൾ പറയുന്നത് ഞാനിപ്പോ എടുത്തു കളവാണ്. തരാന്നേ. പ്രസംഗത്തിന്റെ വസ്തുത പ്രധാന വളച്ചൊടിച്ചുകൊണ്ട് പറയുകയാണ്. സ്മൃതി, ഭാഷ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഒരു ഭാഷയ്ക്ക് ഒരു കുഴപ്പമില്ല. ചർച്ചയിൽ പങ്കെടുക്കുന്ന ഒരു പ്രതിനിധി പറയുന്നത് ഭാഷയ്ക്ക് ഒരു കളവാണെന്ന് കുഴപ്പമില്ല, ശ്രീ ബോധ്യം സന്ദീപ് വാര്യർ. അങ്ങനെ പറയരുത്. നല്ല കുഴപ്പമുണ്ട്. നിങ്ങൾ ദുരുദ്ദേശത്തോടുകൂടി ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ദുരുദ്ദേശത്തോടുകൂടി ചില കാര്യങ്ങൾ വളച്ചൊടിച്ച് സ്മൃതി, പ്രസംഗിക്കുന്നു ദയവേത് എന്ന് തടസ്സപ്പെടുത്തരുത്. ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ അയച്ചു തരാം. എന്റെ കയ്യിൽ സ്മൃതിയുടെ വാട്സ്ആപ്പ് നമ്പർ ഇല്ല. ഉണ്ടെങ്കിൽ ഞാൻ അയച്ചു തരുമായിരുന്നു. എന്റെ കൈവശം പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് നടത്തിയിട്ടുള്ള 4 പ്രസംഗങ്ങളുടെ ഫുൾ ടെക്സ്റ്റ് ഇരിക്കുന്നുണ്ട്. ആ 4 ഞാനിപ്പോ വായിച്ചു തരാം. നിങ്ങൾ കേട്ടോ. 2006 ഡിസംബർ 27, some minorities in India have done better than others. For example, in India, minority communities like the Jains and the Sikhs have fared relatively well from the process of social and economic development. However, other minorities, especially the Muslim community in certain parts of our country, have not had an equal share of the fruits of development. ഇന്ന് ഡിസംബർ 27, 2000. അത് മുസ്ലിങ്ങൾക്ക് പ്രത്യേകമായിട്ട് എടുത്തു പറയുകയാണ്. ഇനി രണ്ടാമത്തെ പ്രസംഗം 2006 നവംബർ 2, അദ്ദേഹം നടത്തിയ പ്രസംഗം. ആസ് ഐ സി is the main factor responsible for socio-economic backwardness of the minority communities, particularly the Muslim community, is the lack of access to the common school system. അത് രണ്ടാമത്തെ പ്രസംഗം. മൂന്നാമത്തേത് ജൂലൈ 3, 2004, I am distressed by the low representation of minorities, particularly the Muslim minority. എന്ത് കോൺഗ്രസുകാർക്ക് മുസ്ലിം മൈനോറിറ്റിയുടെ കാര്യത്തിൽ മാത്രം താല്പര്യം? ബാക്കിയുള്ള അതാണ് ശ്രീ സന്ദീപ് വാര്യർ ഞാൻ പറഞ്ഞത്. താങ്കൾ ഈ പറയുന്നത് ഈ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് പാർലമെന്റിൽ വച്ചതിനു ശേഷം അദ്ദേഹം നടത്തിയ പ്രസംഗമാണ്. ആ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം പറയുന്നത് ഇന്ത്യൻ മുസ്ലിങ്ങളുടെ അവസ്ഥ ഇവിടെ പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർ താഴ്ന്ന നിലവാരത്തിലാണ്. ഇല്ല, മുസ്ലിം വിഭാഗം എന്ന് മാത്രം എടുത്തു പറഞ്ഞിട്ടില്ല. ഇനി ശരി, ഞാൻ താങ്കൾക്ക് പിന്നെ ബാക്കിയുള്ളവരുമായിട്ടും തർക്കിക്കാമല്ലോ. നമ്മൾ മാത്രം നടത്തുന്ന ചർച്ചയല്ലല്ലോ. അല്ല, കോൺഗ്രസ് പ്രതിനിധി പറയട്ടെ. സ്മൃതി, ഞാൻ ഇരിക്കുന്നില്ല കേട്ടോ. നിങ്ങൾ ഈ നിങ്ങൾക്ക് കേൾക്കട്ടെ. താങ്കൾ പറഞ്ഞു ഇല്ലില്ല, അങ്ങനെ പെരുമാറരുത് സന്ദീപ് വാര്യർ. നമ്മൾ തമ്മിൽ ഇവിടെ ഒരു തർക്കവും ഉണ്ടായിട്ടില്ല. സന്ദീപ്, ഒരു തർക്കവും ഉണ്ടായിട്ടില്ല. ശരി, പോയിക്കോളൂ. നൗഷാദ് അലി, 4 തവണ, ഒരു തവണയല്ല 4 തവണ മൻമോഹൻ സിംഗ് നടത്തിയ പ്രസംഗം എന്ന രീതിയിലാണ് ഇപ്പോൾ സന്ദീപ് വാര്യരോട് പറഞ്ഞത്. താങ്കൾ എങ്ങനെയാണ് ഇതിനെ ഖണ്ഡിക്കുന്നത്? ഞാൻ ഒന്നാമതായിട്ട് പറയുന്നത്, ഈ നരേന്ദ്രമോദി എന്ന നമ്മുടെ പ്രധാനമന്ത്രി ഇങ്ങനെ പറഞ്ഞതിൽ ഒട്ടും അത്ഭുതത്തിന് അവകാശമില്ല. കാരണം അദ്ദേഹത്തെ ഭരണമര്യാദകളോ അല്ലെങ്കിൽ രാജധർമ്മമോ പാലിക്കാൻ അറിയാത്തയാള് എന്ന് അടൽ ബിഹാരി വാജ്പേയി 2001-2 കാലങ്ങളിൽ പരസ്യമായിട്ട് അദ്ദേഹത്തെ പത്രസമ്മേളനത്തിൽ തന്നെ വിശേഷിപ്പിച്ച് നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു ചെറിയ എക്കോ ഈ സൗണ്ടിന് വരുന്നുണ്ട് മൂർത്തി, അതൊന്ന് പരിഹരിക്കണം. അപ്പോ നരേന്ദ്രമോദി അത്തരത്തിൽ BJPയുടെ അടൽ ബിഹാരി വാജ്പേയി വിശേഷിപ്പിച്ചത് നമ്മൾ കണ്ടതാണ്. തുടർന്ന് ഇങ്ങോട്ടുള്ള നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയ പശ്ചാത്തലവും ചരിത്രവും ഒക്കെ അത്തരത്തിലുള്ള കാര്യങ്ങളെ സമീകരിക്കുന്ന വിധമാണ് മുന്നേറിയിട്ടുള്ളത്. എത്രയോ തവണ ഇതുപോലുള്ള പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 2019 തെരഞ്ഞെടുപ്പിൽ പുൽവാമയിലെ സൈനികർക്ക് വേണ്ടി BJPക്ക് വോട്ട് ചെയ്യണമെന്ന നഗ്നമായ തെരഞ്ഞെടുപ്പ് ലംഘനം അദ്ദേഹം ചട്ടലംഘനം നടത്തി. അശോക് ലവേസ എന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അതിനോട് നടപടിയെടുക്കണമെന്ന് പറയുകയും നടപടിയെടുക്കണ്ട എന്ന തീരുമാനത്തോട് വിയോജിക്കുകയും ചെയ്തു. അവസാനം അദ്ദേഹത്തിന് രാജിവെച്ച് അന്യദേശത്ത് ജോലിക്ക് പോകേണ്ടി വന്നത് നമ്മൾ കണ്ടതാണ്. 2017 ഗുജറാത്ത് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ അഹമ്മദ് മിയ പട്ടേൽ മുഖ്യമന്ത്രിയാവുമെന്ന് ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പ്രസ്താവനകൾ അദ്ദേഹത്തിൻ്റെതായിട്ട് നമ്മുടെ മുമ്പിലുണ്ട്. സ്വാഭാവികമായിട്ട് ഈ തെരഞ്ഞെടുപ്പിന്റെ വേളയിൽ കാര്യങ്ങൾ പരിങ്ങലിലാണ്, പന്തികേടിലാണ് എന്ന് മനസ്സിലാകുമ്പോൾ ഇത്തരത്തിൽ താൻ വഹിക്കുന്ന ഭരണഘടനാപരമായ ഉന്നത പദവിയും അത്തരത്തിലുള്ള പരിവേഷങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് അദ്ദേഹം തീർത്തും താഴേക്കിറങ്ങി വന്ന് ഇത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയം വീണ്ടും പയറ്റുകയാണ് എന്നതിന്റെ അപ്പുറത്ത് മറ്റ് വലിയ ആശ്ചര്യമൊന്നും അദ്ദേഹത്തിന്റെ പക്കൽ നിന്ന് ഈ പ്രസ്താവന തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുകയാണ്. ഇന്ന് നൽകുന്നു എന്ന് പറഞ്ഞു, ഇതുവരെ കൊടുത്തോ എന്നറിയില്ല. അതുകൂടാതെ തന്നെ ഒരുപാട് പരാതികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്ക് എത്തിയിട്ടുണ്ടെന്നാണ് അറിയുന്നത്. ഇത് സ്വമേധയാ തന്നെ എടുക്കേണ്ടതല്ലേ? അല്ല, അതെടുക്കേണ്ടതാണ് എന്നുള്ളതിന് ആർക്കും എതിരഭിപ്രായമില്ല. ഞാൻ അതിനിടയിൽ സ്മൃതി ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. ഇവിടെ മുസ്ലിങ്ങൾ എന്ന് പർട്ടിക്കുലറായി പറഞ്ഞു എന്നിവിടെ ശ്രീ സന്ദീപ് വാര്യർ ആക്ഷേപിച്ച് അദ്ദേഹം ഇറങ്ങിപ്പോയി. അദ്ദേഹം കേൾക്കാനില്ല ഇവിടെ. എന്നാൽ ഞാൻ പറയുന്നു,
ഇവിടെ ഈ രാജ്യത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ ഏറ്റവും പിന്നണിയിൽ നിൽക്കുന്ന, പിന്നോക്കാവസ്ഥ നേരിടുന്ന, ദളിതരെക്കാൾ താഴെ നിൽക്കുന്ന വിദ്യാഭ്യാസത്തിന്റെ, തൊഴിലിന്റെ, ജീവിത സാഹചര്യത്തിന്റെ, വനിതാ തൊഴിൽ പ്രാതിനിധ്യത്തിന്റെ, ഇങ്ങനെയുള്ള നമ്മുടെ നാഷണൽ സർവേ സാമ്പിൾ റിപ്പോർട്ടടക്കം, ധനകാര്യ കമ്മീഷനുകളുടെ സർവേ റിപ്പോർട്ടുകൾ ആധാരമാക്കുന്ന സർവേ റിപ്പോർട്ടുകൾ അടക്കം, NGOകളുടെ സർവേ റിപ്പോർട്ടുകൾ അടക്കം, സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടുകൾ അടക്കം അങ്ങനെ പ്രതിനിധീകരിച്ച ഒരു വിഭാഗത്തിനെ ഉയർത്തിക്കൊണ്ട് വരണമെന്ന് ഒരു ഭരണാധികാരി പറയുന്നത് അതൊരു നീതിയുടെ ശബ്ദമാണ്. അതെങ്ങനെയാണ് പ്രീണനമാവുക എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ സിഖുകാരും ജൈനരും ഒക്കെ താരതമ്യേന മെച്ചപ്പെട്ട സ്ഥിതിയിലാണ് എന്ന് സിഖുകാരനായ മൻമോഹൻ സിംഗ് പറയുന്നത് നിലവിലുള്ള ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണ്. സ്വാഭാവികമായിട്ട് പിന്നീട് വരുന്ന ക്രിസ്ത്യൻ, മുസ്ലിം അടക്കം, ബുദ്ധ അടക്കമുള്ള ഒരുപാട് ന്യൂനപക്ഷ സമുദായങ്ങൾ ഈ രാജ്യത്തുണ്ടല്ലോ. അവരുടെ ഇടയിലെ പിന്നോക്കാവസ്ഥ പരിഹരിക്കണം, അവരുടെ ഇടയിലെ അവശത പരിഹരിക്കണം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ എണ്ണത്തിൽ കൂടുതലുള്ളത് മുസ്ലിങ്ങളാണ്. ആ മുസ്ലിങ്ങളുടെ കാര്യം അദ്ദേഹം പൊതുവായി എല്ലാവരെയും പ്രതിനിധീകരിച്ചുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതൊക്കെ അക്കാലത്ത് BJP വിവാദമാക്കിയപ്പോൾ വളരെ കൃത്യമായിട്ട് വിശദീകരണം അന്ന് കൊടുത്തിട്ടുണ്ട്. ഇവരിപ്പോ ഇത്തരത്തിൽ ഭൂതകാലത്തിൽ നിന്ന് ഇങ്ങനെ പലതും പെറുക്കിക്കൊണ്ട് വരികയാണ്. ഏതായാലും ജവഹർലാൽ നെഹ്റുവിന്റെ കാലത്തോട്ട് പോയില്ലല്ലോ എന്നൊരു ആശ്വാസം മാത്രമേ എനിക്കുള്ളൂ. മൻമോഹൻ സിംഗിന്റെ അടുത്ത് എത്തി നിൽക്കുകയാണല്ലോ. ഇവർ ഇനിയും ഇത്തരത്തിലുള്ള പല വാചാടോപങ്ങളായിട്ട് വരും. ഏതായാലും ഇതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന സമൂഹം ഇന്ത്യയിലുണ്ട്. പക്ഷെ എന്നെ വളരെയധികം അത്ഭുതപ്പെടുത്തുന്നത്, ഞാനിപ്പോ ഈ റിപ്പോർട്ടർ ചാനൽ സ്മൃതി പരുത്തിക്കാടും അല്ലല്ലോ എല്ലായിടത്തും ഇന്ത്യ രാജ്യത്തെ സംസ്ഥാനങ്ങളിൽ ഉത്തരേന്ത്യയിലെ ചാനലുകളൊക്കെ ഇതങ്ങ് ആഘോഷിക്കുകയാണ്. മുസ്ലിങ്ങൾക്കെല്ലാം നൽകാൻ വേണ്ടി വരുന്ന ഭീകര രൂപമായിട്ട് കോൺഗ്രസിനെ ചിത്രീകരിച്ചുകൊണ്ട് അങ്ങ് തകർത്താടുകയാണ് മൻമോഹൻ സിംഗിന്റെ പഴയ പ്രസംഗം, അതിന്റെ ഡ്രാഫ്റ്റ്, അതിന്റെ കാര്യങ്ങൾ, മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കുന്നതിന്റെ നിരവധി ഉദാഹരണങ്ങൾ, നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ഒക്കെ പ്രസംഗങ്ങൾ, ഇതൊക്കെ വച്ചുകൊണ്ട് ഇതൊരു വലിയ അവസരമാക്കിയിട്ട് അങ്ങ് ഡിവൈഡ് ചെയ്യാനുള്ള, പണ്ട് പുൽവാമയാണെങ്കിൽ ഇനി ഇതാണോ വജ്രായുധം എന്ന് എനിക്ക് സംശയമുണ്ട്. അത്തരത്തിൽ വലിയ ആരവമുയർത്തിക്കൊണ്ട് രാജ്യത്തെ ധ്രുവീകരിക്കുകയാണ് ഇവർ. ഇങ്ങനെ ഇരിക്കുന്ന കൊമ്പ് വെട്ടിമുറിക്കുന്ന ആളുകളെ കൊണ്ട് നിറഞ്ഞൊരു രാജ്യത്തെ ഓർത്ത് സഹതപിക്കുകയല്ലാതെ മറ്റൊന്നിനും നിർവാഹമില്ല. സ്മൃതി, ഏതായാലും കേരളത്തിലെങ്കിലും ഇത്തരത്തിൽ ഒരു നേരായ ദിശയിൽ ചർച്ചകൾ പുരോഗമിക്കുന്നതിൽ ആശ്വാസമുണ്ട്. ശരി, അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭനിലേക്കും വരാം ഇടവേളയ്ക്ക് ശേഷം. മടങ്ങിയെത്താം ചർച്ചയിലേക്ക്. അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, ഇപ്പോൾ മോദിയുടെ പ്രസംഗം കഴിഞ്ഞ 48 മണിക്കൂറിലേക്ക് എത്തുകയാണ്. ഇതുവരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനങ്ങിയിട്ടില്ല, പ്രതികരിച്ചിട്ടില്ല. എന്തു തോന്നുന്നു? ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ ഇനി നരേന്ദ്രമോദി പ്രസംഗിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിക്കരുത്. ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ എല്ലാ ഘട്ടത്തിലും നരേന്ദ്രമോദിയെ പ്രചരണത്തിൽ നിന്ന് വിലക്കണം. അത് മുൻകാല പ്രാബല്യത്തോടെ വിലക്കേണ്ടതായിരുന്നു. മുമ്പ് പാകിസ്ഥാന് വേണ്ടി തെരഞ്ഞെടുപ്പിൽ ഒരു ഇടപെടലുണ്ടായി എന്ന് വ്യാജം പറഞ്ഞ നാൾ മുതൽ തന്നെ ഒരു തെരഞ്ഞെടുപ്പ് രംഗത്ത് സംസാരിക്കുന്നതിൽ നിന്ന് നരേന്ദ്രമോദി അയോഗ്യനായിരിക്കുന്നു. 2, വിഷം വമിപ്പിക്കുന്ന വാക്കുകൾ ആദ്യമായിട്ടല്ല BJPക്കാർ നമ്മുടെ നാട്ടിൽ പറയുന്നത്. നരേന്ദ്രമോദി പറയുന്ന എല്ലാ കാര്യങ്ങളും വിചാരധാര എന്ന പുസ്തകത്തിലുള്ളതാണ്. RSSന്റെ സർസംഘചാലകർ എഴുതിയ പുസ്തകത്തിൽ ഈ പറയുന്ന പോലെ നുഴഞ്ഞുകയറ്റക്കാർ, മറ്റൊരു കാര്യം കൂടുതൽ കുട്ടികളുണ്ടാകുന്നവർ. ഗുജറാത്ത് വംശഹത്യയിൽ 13,000 ആളുകളെ കൊന്ന ശേഷം അവിടെ ഒരു ദുരിതാശ്വാസ ക്യാമ്പുകൾ ഉണ്ടാക്കിയപ്പോൾ ആ ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്താനോൽപാദന ഫാക്ടറികളാണ് എന്ന് പ്രസംഗിച്ചു കിടന്ന ആളുകളാണ് ഇവിടുത്തെ സംഘപരിവാരം. ഇവരുടെയൊക്കെ വിദ്വേഷത്തിൻ്റെ നാവിൻ്റെ മൂർച്ച നമ്മുടെ നാട്ടിൽ എത്രത്തോളം അപകടം ഉണ്ടാക്കുന്നു എന്ന കാര്യം നമുക്കറിയാം. പ്രശ്നം അതല്ല. ഇവിടെ ആരുടെയെങ്കിലും സമ്പത്ത് കൊള്ളയടിക്കപ്പെടുന്നുണ്ടോ? ഉണ്ട്. അത് ഹിന്ദുക്കളുടെ സമ്പത്ത് കൊള്ളയടിക്കപ്പെടുന്നുണ്ട്, മുസ്ലിങ്ങളുടെ സമ്പത്ത് കൊള്ളയടിക്കപ്പെടുന്നുണ്ട്, ഇന്ത്യ രാജ്യത്തെ ഭൂരിപക്ഷം മനുഷ്യരുടെയും സമ്പത്ത് കൊള്ളയടിക്കപ്പെടുന്നുണ്ട്. ആ യാഥാർത്ഥ്യമാണ് കോൺഗ്രസും BJPയും തമ്മിലുള്ള തർക്കത്തിൽ ഇല്ലാതെയായിത്തീരുന്നത്. ഈ ചർച്ച എന്തിനാണ് കോൺഗ്രസും BJPക്കും സഹായകരമാകുന്നത്? ഒരു കൂട്ടർ മുസ്ലിമിന് വേണ്ടി, ഒരു കൂട്ടർ ഹിന്ദുക്കൾക്ക് വേണ്ടി. ഈ ആഖ്യാനമാണ് മോദി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. അപ്പം അതിൻ്റെ ഭാഗമായി 2 കൂട്ടരും രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. എന്തായാലും ഒരു കാര്യത്തിൽ വ്യക്തതയുണ്ട്. വയനാട്ടിൽ ആ കൊടിയെടുത്ത് താത്ത് മടിയിൽ കെട്ടിവെച്ചാലും മടിയിൽ ഒളിപ്പിച്ച് വെച്ചാലും മോദി പറയാനുള്ളത് മോദി പറഞ്ഞു തന്നെ പോകും. അവരുടെ വർഗീയത അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് സ്വന്തം കൊടിയും ലീഗിന് സ്വന്തം കൊടിയും മാറ്റിവെക്കേണ്ടി വന്ന ദുർഗതി, ആ ദുർഗതി വെറുതെ ആയിപ്പോയി എന്നുള്ളതാണ് ഈ പ്രസംഗം തെളിയിക്കുന്നത്. ഇതല്ല, ഇതിനപ്പുറം പറയുന്നൊരു മോദിയും BJPയുമാണ് നമ്മുടെ നാട്ടിലുള്ളത്. എന്താണ് ഈ രാജ്യത്തിൻ്റെ സമ്പത്തിൻ്റെ കാര്യത്തിലുള്ള യഥാർത്ഥ അവസ്ഥ? പട്ടിണി സൂചികയിൽ ഇന്ത്യ 111 സ്ഥാനത്തായി. അത് ഈ രാജ്യത്തെ മുസ്ലിങ്ങളെ മാത്രം ബാധിക്കുന്ന കാര്യമാണോ?
അതല്ലേ കോൺഗ്രസ് പറയേണ്ടത്? അതെന്താ കോൺഗ്രസ് പറയാത്തത്? ഞങ്ങൾ ഉന്നയിക്കുന്ന ചോദ്യം അതാണ്. പട്ടിണി സൂചികയിൽ ഇന്ത്യ രാജ്യം 111 സ്ഥാനത്തായി. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പ്രീണനം എന്നുള്ളത് ഞങ്ങൾക്കില്ല, മുസ്ലിം പ്രീണനമില്ല, ഞങ്ങൾക്ക് ന്യൂനപക്ഷ പ്രീണനമില്ല എന്ന് BJP പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഏറ്റവും ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കുന്നത് BJP ആണ്. ആരാണ് ആ ന്യൂനപക്ഷം? ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കോർപ്പറേറ്റ് മുതലാളിമാർ. കോർപ്പറേറ്റ് ടാക്സ് കോവിഡിൻ്റെ മറവിൽ ഇളച്ചു കൊടുത്തത് ആരാണ്? ആ 33% ടാക്സ് 22% വെട്ടിക്കുറച്ചിട്ട് കോവിഡ് കാലം കഴിഞ്ഞപ്പോൾ തിരിച്ച് ടാക്സ് ആക്കിയോ? ഇന്ത്യ രാജ്യത്തെ ബാങ്കുകളിൽ, പൊതുമേഖലാ ബാങ്കുകളിൽ കിടന്ന് എത്ര ലക്ഷം കോടി രൂപയാണ് കോർപ്പറേറ്റുകൾക്ക് ഇളവായി കൊടുത്തത്, കിട്ടാക്കടമായിട്ട് എഴുതി തള്ളിയത്? പ്രീണനമല്ലേ? ഇതിൻ്റെ ഭാഗമായിട്ട് സംഭവിച്ച എന്താണ്? കോവിഡിന് മുമ്പ് ഇന്ത്യ രാജ്യത്തെ ശതകോടീശ്വരന്മാരുടെ എണ്ണം 100 ആയിരുന്നു. ഇന്ന് ശതകോടീശ്വരന്മാരുടെ എണ്ണം മോദിയുടെ ഭരണം ഒരു ഘട്ടം പിന്നിട്ടപ്പോൾ 166 ആയെങ്കിൽ ഇപ്പോൾ അവസാനത്തെ റിപ്പോർട്ട് 252 ആണ്. ഇതല്ലേ രാജ്യത്ത് നടക്കുന്ന കൊള്ള, താലിമാല പറിക്കുന്നത്? ഇന്ത്യ രാജ്യത്തെ മുസ്ലിങ്ങളുടെ മാത്രമല്ല, ഹിന്ദുക്കളുടെയും മറ്റെല്ലാ ജനവിഭാഗത്തിൽപ്പെട്ട പാവങ്ങളുടെയും താലിമാല പറിച്ച് അവർ ഗ്യാസ് കുറ്റി വാങ്ങേണ്ട ഗതികേടിലേക്ക്, കൃഷിക്കാരൻ വിളയിറക്കിയാലും രക്ഷപ്പെടാത്ത അവസ്ഥയിലേക്ക് പോയിരിക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥ പ്രശ്നം. ഈ യഥാർത്ഥ പ്രശ്നത്തെ അപ്പം പങ്കിടുന്ന കുറുക്കൻ്റെ രീതിയിലേക്ക് പങ്കിടുന്ന രീതിയാണ് കോൺഗ്രസും BJP സ്വീകരിക്കുന്നത്. ഞങ്ങൾക്ക് അവിടെയാണ് തർക്കം. ഈ കോർപ്പറേറ്റ് മുതലാളിമാരുമായി പങ്കിട്ട് ഇന്ത്യ രാജ്യത്തെ സമ്പന്ന കൊള്ള ചെയ്യുന്ന കോർപ്പറേറ്റ് മുതലാളിമാരിൽ അദാനി എന്ന് പറയുന്ന മുതലാളിയുടെ ഹിൻഡൻബർഗിൻ്റെ തട്ടിപ്പ് പുറത്തു വന്നപ്പോൾ എന്താ കണ്ടത്? ഇന്ത്യ രാജ്യത്തിന് നികുതി കൊടുക്കുന്നില്ല. ഇത് നമ്മൾ പുറത്ത് കണ്ടില്ലേ? കള്ളപ്പണം കൈകാര്യം ചെയ്യുന്നു, നമ്മളിത് പുറത്ത് കണ്ടില്ലേ? അവരുടെ കയ്യിൽ നിന്നും ഇലക്ട്രൽ ബോണ്ട് വാങ്ങിച്ചവർക്ക് എന്ത് ന്യായമാണ് ഈ കോർപ്പറേറ്റ് മുതലാളിക്കെതിരെ പറയാനുള്ളത്? ഇപ്പം ഇന്ത്യയിലെ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരെയും കൊള്ളയിടിക്കുന്ന കോർപ്പറേറ്റ് മുതലാളിമാർക്ക് വേണ്ടി നിൽക്കുന്ന പാർട്ടികളാണ് കോൺഗ്രസും BJPയും. അതിൽ അംബാനിയെ ഒരു കൂട്ടർ വളർത്തി, അദാനിയെ വേറൊരു കൂട്ടർ വളർത്തി. ഈ രണ്ടു കൂട്ടരും കോർപ്പറേറ്റ് രാഷ്ട്രീയ പാർട്ടികളാണ്. രണ്ടു കൂട്ടരും പൊതുമേഖല വിൽക്കുന്നു. രണ്ടു കൂട്ടരും നമ്മുടെ നാട്ടിലെ തൊഴിലില്ലാത്ത ചെറുപ്പക്കാരെ തകർത്തവരാണ്, കൃഷിക്കാരെ തകർത്തവരാണ്, വാഗ്ദാനങ്ങൾ ലംഘിച്ചവരാണ്. മനുഷ്യ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കുന്ന ഈ രണ്ട് രാഷ്ട്രീയക്കാരുടെയും പൊളിറ്റിക്സ് എന്താണ്? അതല്ലേ ഇടതുപക്ഷത്തിൻ്റെ പ്രസക്തി. ഇവിടെ കൃത്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ ഒരു കാര്യം വ്യക്തമാക്കേണ്ടതുണ്ട്. 252 എന്താണ്, ആരാണ് ചിരിച്ചത്? ആർക്കാ ഇത്ര ചിരി വന്നത്? 2000 കോടി രൂപ കോർപ്പറേറ്റുകളിൽ നിന്ന് ബോണ്ട് വാങ്ങിച്ചവരുടെ പൊട്ടിച്ചിരിയാണോ ഞാൻ കേട്ടത്? അത് ഡൽഹിയിൽ വെച്ച് കൊള്ളാം, ഇങ്ങ് പോരട്ടെ, AICC ഓഫീസിലേക്ക് ബോണ്ട് പോരട്ടെ എന്ന് പറഞ്ഞു. അതേ ആള് തന്നെ വയനാട്ടിൽ വന്നപ്പോൾ കൊള്ളയാണെന്ന് പറഞ്ഞു. ഞാൻ പറയട്ടെ സാർ, വീണ വിജയൻ ബ്ലാക്കായും വൈറ്റായും മേടിക്കുമ്പോ എങ്ങനെ കിട്ടാനാ ചങ്ങാതി? വീണ വിജയൻ ബ്ലാക്ക് ആയിട്ടും വൈറ്റ് ആയിട്ടും മേടിക്കുന്നു, നിങ്ങൾക്ക് എങ്ങനെ കിട്ടും? ഇവിടെ BJPക്കെതിരെ പറയേണ്ടതിന് പകരം കോൺഗ്രസിനെതിരെ പറയുന്ന നിങ്ങളെയൊക്കെ എന്റെ സമയത്തല്ലേ ഈ സുഹൃത്ത് ആരുടെ സമയത്താണ്? ശരി, താങ്കൾ പൂർത്തിയാക്കൂ. അല്ല, ഈ സുഹൃത്ത് ആരുടെ സമയത്താണ് സംസാരിക്കുന്നത്? ഒരു ചർച്ചാ നിയമങ്ങളില്ലേ? ആ ചർച്ചാ നിയമങ്ങളിൽ മോദി നിയമം പാലിക്കുന്നില്ല. ഒരു തെരഞ്ഞെടുപ്പിന്റെ നിയമം മോദി പാലിക്കുന്നില്ല. ആ നിയമം പാലിക്കാത്ത കോൺഗ്രസ് എന്താ നിയമം പാലിക്കാതിരിക്കുന്നത്? 2000 കോടി രൂപയുടെ അഴിമതി, ഇലക്ട്രൽ ബോണ്ട് അഴിമതി കോൺഗ്രസ് പങ്കാളിയാണ്. രാഹുൽ ഗാന്ധിയെ പണം എണ്ണി വാങ്ങിയിട്ട് ഹെലികോപ്റ്റർ കയറി വയനാട്ട് വന്നു എന്ന് ഞാൻ പറയുകയും ആ ഹെലികോപ്റ്ററിന് വാടക ഇലക്ട്രൽ ബോണ്ടിന്റെ പണം കൊണ്ട് മുടക്കിയിട്ട് ഞാൻ പറയട്ടെ, മോദി നടത്തിയ വർഗീയ പ്രസംഗമാണല്ലോ നമ്മുടെ വിഷയം. ഈ വർഗീയതയ്ക്കെതിരെ പ്രതിപക്ഷം ഒന്നിച്ചു നിൽക്കേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ടല്ലോ. ഈ ഘട്ടത്തിൽ ഇന്ത്യ മുന്നണിയിലെ ഭിന്നിപ്പ് ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നത് ആരെ സഹായിക്കാനാണ്? അല്ല, ഇന്ത്യ മുന്നണിയിലെ ഭിന്നിപ്പല്ലല്ലോ, ഇന്ത്യ മുന്നണിയിലെ യോജിപ്പ് എത്രത്തോളം ഉണ്ടെന്നുള്ളതാണ് ജനങ്ങൾ കാണുന്നത്. എന്തുകൊണ്ട് പൂർണ്ണ യോജിപ്പുണ്ടായില്ല? യോജിപ്പുണ്ടാകാത്തതിന് കാരണം എന്താണ്? അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിച്ചതിന് മോദിക്ക് നന്ദി പറയുന്നൊരു പ്രമേയം വന്നു. ആ പ്രമേയത്തിൽ UDF ഒരുമിച്ച് വന്നു. ശരി, ബഹുമാനപ്പെട്ട സ്മൃതി എന്നോട് ചോദിക്കുന്നത് എന്താണ്? ഇന്ത്യ മുന്നണിയിലെ ഭിന്നിപ്പിനെ കുറിച്ചാണ്. ഞാൻ സ്മൃതിയോട് തിരിച്ചു ചോദിക്കുന്നത് എന്താണ്? നിങ്ങൾ UDFിലെ യോജിപ്പിനെ കുറിച്ച് എൻ്റെ ചോദ്യം. UDF കേരളത്തിലെ മുന്നണിയല്ലേ? ആ മുന്നണിപ്പെട്ട ലീഗ് ആ പ്രമേയത്തിനെതിരെ ലോകസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. കോൺഗ്രസ് ആ ചോദ്യത്തിന് ഉത്തരം പറയണ്ടേ? അല്ല, ഞാൻ പറയട്ടെ ഞാൻ ആ വിഷയത്തിലേക്ക് തന്നെയാണ് വരുന്നത്. പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? എന്തുകൊണ്ടാണ് നരേന്ദ്രമോദിക്ക് തോണ്ടാൻ പറ്റുന്നത്? ചോദ്യം അതാണ്. എന്തുകൊണ്ടാണ് നരേന്ദ്രമോദിക്ക് ഇതൊരു മുസ്ലിം പ്രശ്നമാക്കി ഉന്നയിക്കാൻ പറ്റുന്നത്?
കോൺഗ്രസ് പാർട്ടിക്ക് അത് മുസ്ലിം പ്രശ്നമാണെങ്കിൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് അത് കോർപ്പറേറ്റ് പ്രശ്നമാണ്. ശരി. ഇവിടുത്തെ തൊഴിലാളികളെയും കൃഷിക്കാരെയും ദ്രോഹിക്കുന്ന കൊള്ളയാണ് ഇന്ത്യ രാജ്യത്തെ കോർപ്പറേറ്റ് മുതലാളിമാർ നടത്തുന്നത്. അവരുടെ പങ്കുകാരാണ് കോൺഗ്രസും BJPയും. ആ കോൺഗ്രസ് പാർട്ടി 2004 മുതൽ 2009 വരെ ഇടതുപക്ഷം പിന്തുണച്ചുകൊണ്ടിരുന്ന കാലത്ത് ആ നയങ്ങൾ നടപ്പാക്കാൻ ഞങ്ങൾ സമ്മതിച്ചില്ല. പക്ഷേ ശ്രീ അനിൽകുമാർ, നിങ്ങൾ ഇവിടെ കേരളത്തിലുടനീളം ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് CA വിഷയമാണല്ലോ നിങ്ങൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മോദി അതിനേക്കാൾ കടുത്ത ചില കാര്യങ്ങൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കുന്ന ഘട്ടത്തിൽ നിങ്ങൾ കോർപ്പറേറ്റുകളുടെ വിഷയം, അത് വിഷയം ചെറുതാണെന്ന് പറയുന്നില്ല, പക്ഷേ ഈ വർഗീയ വാദം അവിടെ ഉയരുന്ന ഘട്ടത്തിൽ ഈ രൂപത്തിലാണോ അതിനെ പ്രതിരോധിക്കേണ്ടതെന്ന് ചോദ്യം വരുന്നുണ്ട്. താങ്കളിലേക്ക് വരാം. അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയെടുക്കേണ്ട അതിനുത്തരം പറയാം. പറഞ്ഞിട്ട് പോവാം. ആ ചോദ്യം മറവിൽ കിടക്കണ്ട. വേണ്ട. ആ ചോദ്യം മറവിൽ കിടക്കണ്ട. ഒരു കാര്യം, പ്രധാനപ്പെട്ട കാര്യം, ഈ തെരഞ്ഞെടുപ്പിൽ CA മാത്രമാണ് ഞങ്ങൾ ഉന്നയിക്കുന്നുള്ളത്. നിങ്ങളുടെ വിഷമമുള്ള കാര്യമാണ്. സ്മൃതി പരുത്തിക്കാടിന്റെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ചോദ്യമായി അമ്പലപ്പുഴയിലെ നായന്മാര് പോയി കൊല്ലത്തോട്ടി എന്ന് നിങ്ങൾ വിശ്വസിച്ചല്ലോ. അല്ല, പറയട്ടെ, അത് തന്നെയാണ് അമ്പലപ്പുഴയിലെ നായന്മാരെല്ലാം. ഞാൻ പറയട്ടെ ഒന്ന്. ഞാൻ നിങ്ങളുടെ നിലവാരത്തിലല്ല പറയുന്നത്, അതുകൊണ്ട് പറയട്ടെ. അമ്പലപ്പുഴയിലെ നായന്മാർ പോയി കൊല്ലത്തോട്ടിക്കോ എന്ന് പറഞ്ഞ ഏത് വർഗീയതയ്ക്കെതിരായ പോരാട്ടമാണ്? ഷാഫി പറമ്പിലെ ഷാഫി എന്ന പേരിനകത്ത് ഒരു മതമുണ്ട് എന്ന് പറയുന്നത് ഏത് നിലവാരത്തിലാണ്? അപ്പം നരേന്ദ്രമോദിയുടെ വർഗീയ പ്രസംഗത്തെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ള അവകാശം ചോദ്യം ചെയ്യും. ഞാൻ പറയട്ടെ സ്മൃതി, വിഷമിക്കരുത്. ഞാൻ പറയട്ടെ. ഞാൻ പറയട്ടെ എന്റെ അഭിപ്രായം പറയട്ടെ. നിങ്ങൾ വിഷയമല്ല ഉന്നയിച്ചുള്ളൂ. ഞാൻ ഒറ്റ വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കും. ഞാൻ ഒരു വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കും. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ഇത്രയാണ്. ഞാൻ ഒരു വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കും. അതാണ് പറഞ്ഞ് അവസാനിപ്പിക്കാം. അത് ഭീഷണിയല്ല, അവസാനിപ്പിക്കും. അത്രേ ഉള്ളൂ പറയുന്നത്. എത്രേ ഉള്ളൂ. നിങ്ങൾ ഇവിടെ പറഞ്ഞ പോലെ CAA എന്നൊരു വിഷയം മാത്രമല്ല LDFന്റെ സ്റ്റാൻഡ്. നിങ്ങളുടെ കോൺഗ്രസിന്റെ കണ്ടെത്തി എന്ന് കൊള്ളുമ്പോ താങ്കൾ അങ്ങനെ ട്വിസ്റ്റ് ചെയ്യരുത്. എല്ലാ വിഷയമാണ് അവിടെ. CAA എന്ന വിഷയം പ്രധാനമായി നിങ്ങൾ ഉന്നയിക്കുമ്പോൾ അവിടെ വർഗീയത മോദി പറയുമ്പോൾ നിങ്ങളിപ്പോൾ ഏത് രൂപത്തിലാണ് അതിനോട് പ്രതികരിക്കേണ്ടതെന്ന ചോദ്യമാണ് ചോദിച്ചത്. ഉടനെ താങ്കൾ അമ്പലപ്പുഴയിലെ നായന്മാരുടെ കണക്കെടുക്കാൻ നിൽക്കണ്ട. അത് വേറെ രൂപത്തിലുള്ള ചർച്ചയായിരുന്നു. താങ്കൾ അതിനെ ട്വിസ്റ്റ് ചെയ്തുകൊണ്ട് വേറെ രൂപത്തിൽ പറയുകയാണ്. ഓരോ വിഭാഗത്തിനെ കണക്കെടുത്തുകൊണ്ടുള്ള ചോദ്യങ്ങളിലേക്കൊക്കെ പോകും. ഞങ്ങൾ വേറൊരു പരിപാടിയിൽ ബന്ധപ്പെട്ട കാര്യങ്ങൾ താങ്കൾ അങ്ങനെ പറയരുത്. അത് ആ രൂപത്തിലുള്ള ചർച്ചയുമായിരുന്നില്ല. താങ്കൾക്കറിയാം തെരഞ്ഞെടുപ്പിൽ ഓരോ വിഭാഗം എത്രത്തോളം ഉണ്ട്, തെരഞ്ഞെടുപ്പിൽ അതെങ്ങനെ പ്രതിഫലിക്കും എന്നുള്ള ചർച്ചയായിരുന്നു. താങ്കൾ അമ്പലപ്പുഴ എന്ന് എടുത്തു പറയുന്നതൊക്കെ എന്ത് അർത്ഥത്തിലാണ് നല്ലവണ്ണം അറിയാം ശ്രീ അനിൽകുമാർ. അതെ. ഞാൻ പറയട്ടെ, നിങ്ങൾ നരേന്ദ്രമോദിയുടെ വർഗീയതയെക്കുറിച്ച് പറയുമ്പോൾ ഞങ്ങൾ അതിനോട് കോൺഗ്രസിന് വേണ്ടി ഇപ്പോൾ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കണം എന്ന് പറയുന്ന സ്മൃതിയുടെ ആത്മാർത്ഥത ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് വ്യക്തമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഞാൻ പറയട്ടെ. ഇന്ന് മുഖ്യമന്ത്രി പ്രസംഗിച്ചല്ലോ. എന്റെ വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. മുഖ്യമന്ത്രി പറഞ്ഞല്ലോ എന്താണ് കേസെടുക്കാത്തതെന്ന് മുഖ്യമന്ത്രി ചോദിച്ചല്ലോ. ആ രൂപത്തിലുള്ള പ്രതികരണം എനിക്ക് താങ്കളിൽ നിന്ന് പ്രതീക്ഷിച്ചുകൂടെ ശ്രീ അനിൽകുമാർ? ഒരു കാര്യം വ്യക്തതപ്പെടുത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ആ നിലപാട് വ്യക്തമാക്കിയ മുഖ്യമന്ത്രി CAAയിൽ മാത്രം നിൽക്കുന്നു എന്നാണ് ബഹുമാനപ്പെട്ട സ്മൃതി പറയുന്നത്. ഞങ്ങളുടെ വാദം എന്താണ്? ഞങ്ങളുടെ വാദം ഈ വർഗീയതയുടെ അജണ്ടയിൽ തളച്ചിടരുത്. പിന്നെ എന്ത് വേണം? ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് പോകണം. സ്ഥാനാർത്ഥിയുടെ ജാതിയോ മതമോ അല്ല ചർച്ച ചെയ്യേണ്ടത്, മറിച്ച് ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് പോകണം. ഇതാണ് CPMന്റെ നിലപാട്. അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ശരി, താങ്കൾ പറഞ്ഞ വ്യക്തമായി. ശ്രീ പ്രശാന്ത് പത്മനാഭൻ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു നടപടി എടുക്കേണ്ടത്, അല്ലെങ്കിൽ ഒരു പരാതി ലഭിച്ചാലും ഇല്ലെങ്കിലും ആ പ്രസംഗം തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിലേക്ക് എത്തുന്നുണ്ടല്ലോ, അത് പരിശോധിക്കേണ്ട സമയം ഇതിനകം കടന്നു കഴിഞ്ഞില്ലേ? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി എടുക്കണമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കോൺഗ്രസിന്റെ ഒരു നേതാവ് രൺദീപ് സിംഗ് സുർജേവാല, അദ്ദേഹം ഒരു പരാമർശം ഹേമമാലിനിക്കെതിരെ നടത്തിയപ്പോൾ 48 മണിക്കൂറാണ് അദ്ദേഹത്തെ തെരഞ്ഞെടുപ്പ് പരിപാടികളിലോ ഏതെങ്കിലും ചടങ്ങുകളിലോ പങ്കെടുക്കുന്നതിൽ നിന്ന് വിലക്കിയത്. എന്തെങ്കിലും പബ്ലിക് സ്റ്റേറ്റ്മെന്റ് നടത്തുന്നതിൽ നിന്നും ഇലക്ഷൻ സ്പീച്ചസ് നടത്തുന്നതിനും എല്ലാം വിലക്കിയിരുന്നു. അതിനേക്കാൾ എത്രയോ വലിയ ഒരു ഹേറ്റാണ്, ഒരു കമ്മ്യൂണിറ്റിയെ പറ്റി പറയുകയാണ്. പ്രധാനമന്ത്രിയുടെ സ്പീച്ചിൽ നമ്മൾ കണ്ടത് എന്തൊക്കെയാണ്? അദ്ദേഹം പറഞ്ഞത് വളരെ കൃത്യമായിട്ട് ഒരു കമ്മ്യൂണൽ ടോണുള്ള ഒരു സംസാരം.
അതിൽ ഒരു മുസ്ലിം എന്ന വാക്ക് എടുത്ത് പറഞ്ഞ് അവരാണ് ഈ കൂടുതൽ റിസോഴ്സസ്, മെറ്റീരിയൽ റിസോഴ്സസ് മുസ്ലിങ്ങൾക്ക് കൊടുക്കുന്നു, അതുകൊണ്ട് മജോറിറ്റിക്ക് ഹിന്ദുക്കൾക്ക് അത് കുറയുന്നു. എന്നിട്ട് അദ്ദേഹം പറയുകയാണ് ഹിന്ദു അതിന്റെ ഒരു സിമ്പലായിട്ടുള്ള മംഗൾസൂത്ര വരെ മാറ്റേണ്ടി വരുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നു. അപ്പൊ ഇതിനേക്കാൾ വളരെ കൃത്യമായിട്ട് ഡയറക്റ്റ് ആയിട്ട് ഒരു കമ്മ്യൂണിറ്റിയുടെ പേരെടുത്ത് പറഞ്ഞ് അത് സ്പർദ്ധ വരുത്തുന്ന രീതിയിൽ, ഹേറ്റഡ് വരുത്തുന്ന രീതിയിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് സംസാരിക്കുന്നത്. ഇനി ഈ പറയുന്ന ഇത് ജനപ്രാതിനിധ്യ നിയമത്തിലെ സെക്ഷൻ 123(3)(a) അതിനെല്ലാം എതിരാണ്. ഇത് വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു മതത്തിന്റെയോ കാസ്റ്റിന്റെയോ റേസിന്റെയോ ഒന്നും പേരിൽ സ്പർദ്ധ വളർത്തുന്ന സംസാരം പാടില്ല എന്നുള്ളതാണ്. അതൊരു കറപ്റ്റ് പ്രാക്ടീസ് ആണ്, അതിനകത്ത് ഒരു ഒഫൻസ് ഉണ്ട്. ഇതെല്ലാം കണ്ടിട്ടും ഇലക്ഷൻ കമ്മീഷൻ ഇന്ന് കോൺഗ്രസ് പരാതി കൊടുത്തു. താങ്കൾ നേരത്തെ ചോദിച്ചിരുന്നു കൊടുത്തിട്ടുണ്ടോ എന്ന്. അഭിഷേക് സിംഗ്വി പ്രസ് കോൺഫറൻസ് നടത്തിയിരുന്നു. കോൺഗ്രസ് ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുത്തിട്ടുണ്ട്. അതിന്റെ പുറത്തൊരു നടപടി എടുക്കേണ്ടതുണ്ട് ഇലക്ഷൻ കമ്മീഷൻ. നമ്മൾ അതിലേക്ക് വരുന്നതിന് മുമ്പ് മനസ്സിലാക്കേണ്ടത് ഈ പ്രധാനമന്ത്രി എന്ത് രീതിയിലുള്ള ഇന്ത്യയാണ് ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം സബ്കാ സാത്ത് സബ്കാ വികാസ് സബ്കാ വിശ്വാസ് എന്ന് പറയുന്ന ഒരു മോട്ടോ മുന്നോട്ട് വെച്ചിട്ട് ഇതാണോ സബ്കാ വിശ്വാസ്? ഇവിടെ ഒരു കമ്മ്യൂണിറ്റിയെ പേരെടുത്ത് പറഞ്ഞ് ഇവർക്ക് മെറ്റീരിയൽ റിസോഴ്സസ് കൊടുക്കുന്നു, കോൺഗ്രസ് കൊടുക്കുന്നു, ഇതാണോ നിങ്ങളുടെ സബ്കാ വിശ്വാസ്? ഇന്ന് അദ്ദേഹം മാറ്റി പറയാൻ തയ്യാറായി, തെറ്റ് മനസ്സിലാക്കിയെന്ന് വേണം നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഇന്ന് ഒരു റാലിയിൽ BJP ഗവൺമെന്റ് കൊണ്ടുവന്ന വെൽഫെയർ മെഷേഴ്സിനെ പറ്റി പ്രധാനമന്ത്രി എടുത്തെടുത്ത് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എല്ലാവരുടെയും വിശ്വാസം വേണം, മുസ്ലിം സ്ത്രീകൾക്ക് വേണ്ടി ട്രിപ്പിൾ തലാഖ് നിരോധിച്ച കാര്യമൊക്കെ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് ചെയ്തതിൽ എന്താണ് തെറ്റ്? ഇന്നത്തെ പ്രസംഗം അലിഗഡിലാണ്, ഇന്നലത്തെ പ്രസംഗം രാജസ്ഥാനിലാണ്. അത് ഒരു തിരുത്തലായിട്ടാണോ താങ്കൾ മനസ്സിലാക്കുന്നത്? ഇന്ന് അല്ല, അദ്ദേഹം ഇന്ന് അലിഗഡിലാണ്, ഇന്നലെ രാജസ്ഥാനിലാണ്. തിരുത്തലാണ് ഞാൻ പറയുന്നത്. പ്രധാനമന്ത്രിക്ക് പോലും ആ കടുത്ത നിലപാടിൽ നിന്ന് അയയേണ്ട ഒരവസ്ഥ വന്നിട്ടുണ്ട്. എന്തുകൊണ്ട്? ഇന്ത്യൻ ഭരണഘടന സെക്യുലർ ആയിട്ടാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ, ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ വസ്തുനിഷ്ഠമായിട്ട് വിലയിരുത്തുകയാണെങ്കിൽ ഇന്ത്യയിൽ എന്നാണ് അവസാന സെൻസസ് എടുത്തത്? 2011 10 വർഷമായിട്ട് ഇന്ത്യ ഭരിക്കുന്ന BJP ഗവൺമെന്റ്, ഇദ്ദേഹത്തിന്റെ കീഴിലുള്ള ഗവൺമെന്റ് ഒരു സെൻസസ് നടത്തിയിട്ടുണ്ടോ? ആരുടെ ജനസംഖ്യയാണ് ഇവിടെ കൂടിക്കൊണ്ടിരിക്കുന്നത്? പ്യൂ റിസർച്ച് സെന്ററിന്റെ ഒരു സ്റ്റഡി പറയുന്ന 2011 എല്ലാ കമ്മ്യൂണിറ്റി, ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളുടെ ഒക്കെ പോപ്പുലേഷൻ റേറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി ആരെങ്കിലും അവശനിലയിലാണെങ്കിൽ, ആരെങ്കിലും കൂടുതൽ പിന്നോക്കാവസ്ഥയിലാണെങ്കിൽ അവർക്ക് വേണ്ടി പ്രത്യേക വെൽഫെയർ മെഷേഴ്സ് കൊണ്ടുവരണമെന്ന് ഭരണഘടനാപരമായ ബാധ്യതയുണ്ട്. ആർട്ടിക്കിൾ 39 പറയുന്നത് സോഷ്യലിസ്റ്റ് ആയിട്ടുള്ള മെഷേഴ്സ് ആണ്. എക്കണോമിക് സിസ്റ്റം ഡസ് നോട്ട് റിസൾട്ട് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് വെൽത്ത് ആൻഡ് മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ടു കോമൺ ഡെട്രിമെന്റ്. അതായത് സമ്പദ് വ്യവസ്ഥ എല്ലാവർക്കും പ്രയോജനപ്രദമായ രീതിയിലുള്ള ഒരു ഗവൺമെന്റ് നടത്തിക്കൊണ്ടു പോകേണ്ട നയങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയും, ഡയറക്റ്റീവ് പ്രിൻസിപ്പിളിനകത്ത് സ്പെഷ്യലായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു കാര്യം മൻമോഹൻ സിംഗ് പറയുന്നത് ഒരു കമ്മ്യൂണിറ്റി ബാക്ക്വേർഡ് ആണ് എന്ന് പറയുന്നതും, ഒരു കമ്മ്യൂണിറ്റിയെ പേരെടുത്ത് പറഞ്ഞിട്ട് അവർക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ മെറ്റീരിയൽ റിസോഴ്സസ് നിങ്ങളുടെ അടുത്ത് നിന്ന് കവർന്നെടുക്കുന്നു എന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി പറയുന്നതും തമ്മിൽ വളരെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു ഡിഫറൻസ് ഉണ്ട്. ആ ഡിഫറൻസ് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ 1931 കറാച്ചി റെസൊല്യൂഷൻ, കോൺഗ്രസ് പാർട്ടിയുടെ കറാച്ചി റെസൊല്യൂഷനിൽ പറഞ്ഞത് പാകിസ്ഥാൻ ഏത് രീതിയിൽ വേറൊരു രാഷ്ട്രം മുസ്ലിങ്ങൾക്ക് വേണ്ടി കൊടുക്കുകയാണെങ്കിൽ അവിടെ മുസ്ലിങ്ങൾക്ക് ഏത് രീതിയിലുള്ള പ്രത്യേക അവകാശങ്ങൾ ഉണ്ടെങ്കിലും ഇന്ത്യ എന്ന രാജ്യത്ത് എല്ലാ മതവിഭാഗങ്ങളിലും പെട്ടവർക്ക്, എല്ലാ വിഭാഗങ്ങളിലും പെട്ടവർക്ക് തുല്യ അവകാശം ഉണ്ടായിരിക്കും. ഇവിടെ ആരെയും മതത്തിന്റെയോ ജാതിയുടെയോ പേരിൽ വ്യത്യാസം ഉണ്ടാകില്ല എന്നാണ് കറാച്ചി റെസൊല്യൂഷൻ പറയുന്നത്. അതാണ് കോൺഗ്രസ് ഫോളോ ചെയ്തുകൊണ്ടിരുന്ന നയം. ഇപ്പോൾ RSSന്റെ വെബ്സൈറ്റ് എടുത്ത് നോക്കുക. ഇപ്പോൾ പലരും പറയുന്നുണ്ട് ഈ പഴയ പുസ്തകങ്ങളൊന്നും നോക്കട്ടെ, ഞങ്ങളത് ഫോളോ ചെയ്യുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. RSSന്റെ വെബ്സൈറ്റ് ഇന്ന് തുറന്നു നോക്കുക. അതില് കൃത്യമായിട്ട് ഞങ്ങളുടെ വിഷൻ എന്ന് എഴുതിയിരിക്കുന്നു. ആ വിഷൻ പറയുന്നത്, ഇന്നത്തെ ഡേറ്റിൽ തുറന്നു നോക്കുക, ആ വിഷൻ പറയുന്നത് ഒരു ഹിന്ദു കൾച്ചറാണ് ഹിന്ദുസ്ഥാന്റെ അടിസ്ഥാനം. കോൺഗ്രസ് മുസ്ലിം അപ്പീസ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നു വെബ്സൈറ്റില്. ഈ നയം ഫോളോ ചെയ്യുന്ന ഈ പാഠശാലയിൽ നിന്ന് വന്ന ഒരാളാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് ഇന്നിരിക്കുന്നത്. ഇദ്ദേഹം കൊണ്ടുവരുന്ന നയം പാകിസ്ഥാന്റെ ഒരു മിറർ ഇമേജ് ആയിട്ടല്ല ഇന്ത്യയെ വിഭാവനം ചെയ്തത്. ഇതുവരെ അങ്ങനെ ആയിരുന്നില്ല. നെഹ്റുവിയൻ പോളിസി എന്ന് പറയുന്നത് സെക്കുലർ ആണ്. പാകിസ്ഥാനിൽ എന്ത് തന്നെയാണെങ്കിലും ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമായി നിലകൊള്ളുമെന്നുള്ളതായിരുന്നു നമ്മുടെ ഇതുവരെ ഉണ്ടായിരുന്ന ധാരണ. കഴിഞ്ഞ 10 വർഷമായിട്ട് ഇന്ത്യ ഭരിക്കുന്ന തത്വശാസ്ത്രം അതല്ല. ബേസിക്കലി
ആ ഒരു കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രി ഇത് പറഞ്ഞതെന്ന് കൃത്യമായിട്ട് മനസ്സിലാവും. ഇതിനെപ്പറ്റി പാകിസ്ഥാനിലെ തന്നെ ആളുകൾ പറയുന്നത്, നിങ്ങൾ ഞങ്ങളെപ്പോലെ ആയി. ഒരു കവി അവിടെ ഒരു കവിത, ഇത് പാകിസ്ഥാനിലെ ഒരു കവി തന്നെ അവരെ പറഞ്ഞിരിക്കുന്നത്, തും ബിൽക്കുൽ ഹമാരെ ഐസാ നികല എന്ന് പറഞ്ഞ്, ഫഹിമിദ റിയാസ് എന്ന് പറയുന്ന ഒരു കവയിത്രി, തും ബിൽക്കുൽ ഹം ജൈസെ നികലെ അബ് തക് കഹാൻ ചുബേ ഥേ ഭായ്, നിങ്ങളിപ്പോ ഞങ്ങളെപ്പോലെ തന്നെ ആയല്ലോ, നമ്മൾ തമ്മിൽ എന്താണ് വ്യത്യാസം? ഇത് പാകിസ്ഥാനിൽ ഇങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്ന മൈനോറിറ്റികളെ, റിലീജിയസ് മൈനോറിറ്റിക്ക് അവകാശമില്ലാത്ത ഒരു ഭരണഘടനയാണ്. ഭരണഘടനാപരമായിട്ട് ഒരു മതരാഷ്ട്രമാണ് ഇന്ത്യ. അങ്ങനെ ആയിരുന്നില്ല. ഇന്ത്യ അങ്ങനെയല്ല വിഭാവനം ചെയ്തത്. ഇവിടെ ലോകത്തെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള 3ാമത്തെ രാജ്യമാണ് ഇന്ത്യ. എല്ലാ കമ്മ്യൂണിറ്റികളെയും മുന്നോട്ട് കൊണ്ടുപോകാതെ, എല്ലാവർക്കും തുല്യമായ അവകാശങ്ങൾ കൊടുക്കാതെ, എല്ലാവരെയും എഡ്യൂക്കേറ്റ് ചെയ്യാതെ, എല്ലാവരും സാമൂഹ്യമായിട്ട് മുൻപന്തിയിൽ വരാതെ ഇന്ത്യക്ക് ഒരു പ്രോഗ്രസ് ഉണ്ടാവില്ല. അത് ഈ പ്രധാനമന്ത്രി തിരിച്ചറിയണം. കാരണം ഇത് പറയേണ്ട ബാധ്യത ആർക്കാണ്? ഇത് പ്രതിപക്ഷ കക്ഷികളെല്ലാം ഏറ്റെടുക്കേണ്ട ഒരു കാര്യമാണ്. അത് കോൺഗ്രസ് അല്ലെങ്കിൽ ലെഫ്റ്റ് എന്നുള്ളതല്ല, എല്ലാവരും ഏറ്റെടുക്കേണ്ട ഒരു കാര്യമാണ്. ആ പാർട്ടിക്കകത്ത് തന്നെ തിരുത്തലുകൾ വരണം. അത്ഭുതം തോന്നിയത്, ഇപ്പോൾ കേരളത്തിൽ നിന്ന് വന്ന BJP പ്രതിനിധി ആ ഒരു തെറ്റ് തിരുത്താൻ പോലും, അല്ലെങ്കിൽ ഇത് തെറ്റാണെന്ന് പറയാനുള്ള ഒരു ഇതുപോലും പ്രധാനമന്ത്രിയുടെ ഇന്നത്തെ സ്പീച്ച് കേട്ടിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് മനസ്സിലാകേണ്ടതാണ്. ഈ ഒരു നയം എടുത്തുകൊണ്ട് ഇന്ത്യക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. എല്ലാവരെയും ഒരുമിച്ച് നിർത്തിക്കൊണ്ട് മാത്രമേ ഇന്ത്യ മഹാരാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ എന്ന തിരിച്ചറിവ് അത് BJPക്ക് ഉണ്ടാകേണ്ടതുണ്ട്. കാരണം ഇനിയും ഭരണത്തിൽ വരികയാണെങ്കിൽ ഏത് രീതിയിലായിരിക്കും പോകുന്നത് എന്നുള്ള ഒരു വലിയ പേടിയാണ് കിടക്കുന്നത്. ഇലക്ഷൻ കമ്മീഷന് മാത്രം ഇതിലൊരു നടപടി എടുത്തത് കൊണ്ടൊന്നും ഈ പ്രശ്നം വളരെ രൂഢമൂലമാണ്. ഇത് ഇപ്പോൾ ഇന്ത്യയുടെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങിയിരിക്കുകയാണ് ഹിന്ദുത്വ പൊളിറ്റിക്സ്. അതിനെതിരെ ശക്തമായിട്ട് നിലകൊള്ളണം. അതിൽ ഹേറ്റഡ് പറഞ്ഞുകൊണ്ടല്ല, എല്ലാവരെയും ഒരുമിച്ച് നിർത്തിക്കൊണ്ട് അങ്ങനെ ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജിയാണ് വേണ്ടത്. അതിൽ ഈ പ്രതിപക്ഷ കക്ഷികൾക്കാണ് ഏറ്റവും വലിയ പങ്ക്. അതിൽ നിന്ന് ഭരണത്തിലിരിക്കുന്നവർ കൂടി അത് തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ടാണ് നേരത്തെ SY ഖുറേഷിയെ പോലുള്ള ആളുകളൊക്കെ പോയി RSS ചീഫിനെ പോയി കണ്ടിരുന്നു. അവർ പറഞ്ഞ് ഞങ്ങൾക്ക് കുറച്ച് അപ്രിഹെൻഷൻസ് ഉണ്ട്. പലരും ക്രിട്ടിസൈസ് ചെയ്തു, നിങ്ങൾ മുസ്ലിങ്ങൾക്ക് വേണ്ടി എന്തിനാണ് RSS ചീഫിനെ കണ്ടത്? അദ്ദേഹം പറഞ്ഞത്, ഈ രാജ്യത്ത് ജീവിക്കുന്ന 10 വർഷം ഇവർ ഭരിച്ചു. ഇനി ഇവർക്ക് അധികാരം കിട്ടുകയാണെങ്കിൽ ഇവിടുത്തെ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഉള്ളിലെ ചെറിയ ഭീതികളുണ്ട്. അത് ഞങ്ങൾ RSS ചീഫിനോട് പറഞ്ഞു, ഞങ്ങൾ ടേക്ക് കെയർ ചെയ്യാം, ഞങ്ങൾ അങ്ങനെ സംരക്ഷിക്കാം എന്ന് വാക്ക് കൊടുത്തു. അതിനുശേഷമാണ് ഇപ്പോൾ ഈ പ്രധാനമന്ത്രി പറയുന്നത്. ഇതിനെതിരെ ഒരു വാക്ക് ഇപ്പോൾ RSS ചീഫ് എന്തുകൊണ്ടാണ് പറയാത്തത്? പ്രധാനമന്ത്രി എന്തുകൊണ്ടാണ് ഇത് തെറ്റ് തിരുത്തി മാപ്പ് പറയാത്തത്? ആ ഒരു ചോദ്യം നമ്മൾ ചോദിക്കണ്ടേ? ഇതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? മുസ്ലിം രാജ്യങ്ങളിൽ പോയിട്ട് നേതാക്കന്മാരെ കെട്ടിപ്പിടിച്ച് അവിടെ നിന്ന് ഏറ്റവും വലിയ ബഹുമതിയൊക്കെ നേടി അവിടെ അമ്പലമൊക്കെ ഉദ്ഘാടനം ചെയ്ത് നടക്കുന്ന പ്രധാനമന്ത്രിക്ക് ഇന്ത്യയിലെ മുസ്ലിങ്ങളോടുള്ള മനസ്സിൽ ഇങ്ങനെയാണോ എന്നുള്ള ആ ഒരു ചോദ്യം, അതാ RSSന്റെ അവിടെ, അതോ വോട്ടിന് വേണ്ടി മാത്രം പറയുന്ന ആണെങ്കിൽ പെട്ടെന്ന് തിരിച്ചെടുത്ത് മാപ്പ് പറയേണ്ടതുണ്ട്. ശരി, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പക്ഷേ ഈ ഘട്ടം വരെ അനങ്ങിയിട്ടില്ല, പ്രതികരിച്ചിട്ടില്ല എന്നുള്ളത് അത്ഭുതപ്പെടുത്തുന്നതാണ്. മറ്റ് പല കാര്യങ്ങളിലും വളരെ വേഗത്തിൽ നടപടിയെടുക്കുമ്പോൾ ഇതിനു മുമ്പും മോദി നടത്തിയ പ്രസംഗത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടും നടപടിയെടുത്തിരുന്നില്ല. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. ശ്രീ നൗഷാദ് അലി, ആദ്യം താങ്കൾക്ക് ശ്രീ അനിൽകുമാറിന് മറുപടി നൽകാം. ഇവിടെ ഞാൻ അനിൽകുമാറിന് മറുപടി നൽകാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഇതിന്റെ പ്രേക്ഷകർ തീരുമാനിക്കട്ടെ. കാരണം ഇന്നത്തെ ഒരു ചർച്ച നരേന്ദ്രമോദിയുടെ ഈ പ്രസ്താവനയ്ക്കെതിരെയാണ്. അതിൽ പോലും എങ്ങനെ കോൺഗ്രസ് വിരുദ്ധത എവിടെയൊക്കെ ചേർക്കാം എന്ന് അദ്ദേഹം ഇങ്ങനെ ആഞ്ഞു പിടിക്കുകയാണ്. ഞാൻ അദ്ദേഹത്തിന്റെ ഒരു വിഷമാവസ്ഥ മനസ്സിലാക്കുകയാണ്. അതെന്താന്ന് വെച്ചാൽ, ഇവിടെ നരേന്ദ്രമോദിയും BJPയും ഇന്ത്യ മുഴുവൻ കോൺഗ്രസിനെ ഒരു ന്യൂനപക്ഷ പ്രീണന പാർട്ടിയാക്കി, മുസ്ലിം പ്രീണന പാർട്ടിയാക്കി അങ്ങ് ചിത്രീകരിച്ച് ഭൂരിപക്ഷത്തിന്റെ മുമ്പിൽ നിന്ന് കോൺഗ്രസിനെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ നേരെ തിരിച്ചൊരു നെറേറ്റീവാണ് CPM കേരളത്തിൽ വച്ചു പുലർത്തുന്നത്. കോൺഗ്രസ് ഒരു ന്യൂനപക്ഷ നിലപാടില്ലാത്ത സംഘ് പരിവാറിനോട് ചേർന്ന് പോകുന്ന ഒരു പാർട്ടിയാണ് എന്ന് രാഹുൽ ഗാന്ധിയെ കുറിച്ച് വരെ പറഞ്ഞ് അവർ മുന്നോട്ട് പോവുകയാണ്. അപ്പോ കേരളത്തിലെ ജനങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാനുള്ള അവസരം ഈ രാഷ്ട്രീയ സംഭവവികാസങ്ങളിലൂടെയൊക്കെ ലഭിക്കുന്നത് അനിൽകുമാറിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം, CPMനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭീതി ജനിപ്പിക്കുന്ന ഒന്നാണ്. പിന്നെ CPMനെ സംബന്ധിച്ച് നരേന്ദ്രമോദിക്ക് പോലും വഴികാട്ടിയ ഒരു പാർട്ടിയാണ് CPM. 2016 UDF വരികയാണെങ്കിൽ കുഞ്ഞാലിക്കുട്ടിയും കുഞ്ഞുമാണിയും കുഞ്ഞൂഞ്ഞും ഭരിക്കുമെന്നും 2021 ആയപ്പോൾ ഇസ്ലാമോഫോബിയ കണക്കിലെടുത്ത് 2021 UDF ജയിക്കുകയാണെങ്കിൽ കുഞ്ഞാലിക്കുട്ടിയും ഹസനും അമീറും ഭരിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപക്ഷെ നരേന്ദ്രമോദിയെ കടത്തിവെട്ടുന്ന വർഗീയത മനോഹരമായിട്ട് അവതരിപ്പിച്ച് ലക്ഷ്യം നേടിയ ആളുകളാണ് CPM. അവര് നിയമസഭ വരുമ്പോൾ ഭൂരിപക്ഷ വർഗീയത എടുക്കും, ലോക്സഭ വരുമ്പോൾ ന്യൂനപക്ഷ വർഗീയത എടുക്കും. ഇത്തരത്തിലൊക്കെയാണ് ഇതൊക്കെ പുരോഗമിക്കുന്നത്. ഏതായാലും കോൺഗ്രസ് ഭരിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലെ ബഹുസ്വരതയും മതേതരത്വവും ജനാധിപത്യവും ഒക്കെ എന്തായിരുന്നു എന്ന് ഇത്തരത്തിൽ നരേന്ദ്രമോദിയുടെ പ്രതിലോമകരമായ പ്രസ്താവനയിലൂടെ എങ്കിലും ഇന്ത്യ രാജ്യത്തിന് ബോധ്യമാകുന്നു എന്നുള്ളതിൽ ഒരു
വിപരീതാർത്ഥത്തിലെങ്കിലും ഒരു ആശ്വാസമുണ്ട്. മറ്റൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോവിനെയൊക്കെയാണ് നരേന്ദ്രമോദി പച്ചക്ക് പരസ്യമായിട്ട് അസത്യം പ്രചരിപ്പിച്ച് ദുരുപയോഗം ചെയ്തിട്ടുള്ളത്. അതിൽ പറയാത്ത കാര്യങ്ങൾ, നിങ്ങളുടെ സ്വർണത്തിന്റെ കണക്കെടുത്ത് അതൊക്കെ തൂക്കിപ്പെറുക്കി ഇവിടെ പെറ്റുപെരുകുന്ന ആളുകൾക്കും നുഴഞ്ഞുകയറ്റക്കാർക്കൊക്കെ നൽകുമെന്ന് നരേന്ദ്രമോദി പറയുകയാണ്. ഞാൻ അദ്ദേഹത്തോടും BJP-ക്കാരോടും അദ്ദേഹത്തിന്റെ അനുകൂലികളോടായിട്ട് പറയുന്നത്, നിങ്ങൾ ഈ രാജ്യത്തിന്റെ ചരിത്രം ഒന്ന് എടുത്ത് പരിശോധിക്കണം. ഇവരെ ഐരാണിയന്മാരും ബാക്ട്രിയന്മാരും മംഗോളിയരും മംഗോൾ ടർക്കും റോമക്കാരും അങ്ങനെ അനവധി നിരവധി ദേശക്കാരും വംശീയതയുള്ളവരും വന്ന് കലർന്നൊഴുകിയ ഒരു മഹത്തായ സംസ്കാരമാണ് ഈ ഭാരതത്തിന്റെ സംസ്കാരം. ഇതിൽ ആരെയാണ് നിങ്ങൾ നുഴഞ്ഞുകയറ്റക്കാരെന്ന് വിളിക്കുന്നത്? ആരെയാണ് നിങ്ങൾ ഇത്തരം അപരവൽക്കരിക്കുന്നത്? നിങ്ങൾക്ക് ഈ ചരിത്രബോധമില്ല, ധിഷണയില്ല, വായനയില്ല, വിവരമില്ല, കാഴ്ചപ്പാടില്ല. ഞാനൊരു കാര്യം പറയട്ടെ സ്മൃതി, ഞാൻ ഇന്ത്യയെ കണ്ടെത്തൽ എന്ന പുസ്തകത്തിൽ നെഹ്റു പറഞ്ഞതുപോലെ ഭാരതം എന്ന നീണ്ട കാലപ്രവാഹത്തിൽ ഇടക്കൊക്കെ ഇത്തരത്തിലുള്ള അനിഷ്ടകരമായ ദുരുപദിഷ്ടങ്ങളായ പ്രവണതകൾ തലപൊക്കി ജനങ്ങളെ പ്രയാസപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഒരു അല്പകാലം കഴിയുന്നതോടുകൂടി അതിനെയൊക്കെ മറികടന്ന് ഭാരതാംബ അതിന്റെ അനസ്യൂതമായ പ്രവാഹം വീണ്ടെടുത്തിട്ടുണ്ട്, സ്വാസ്ഥ്യം വീണ്ടെടുത്തിട്ടുണ്ട് എന്ന് നെഹ്റു നിരീക്ഷിച്ചിട്ടുണ്ട്. അതുപോലെ ഈ നരേന്ദ്രമോദിയും സംഘമൊക്കെ ഉണ്ടാക്കുന്ന ഈ അസ്വസ്ഥജനകമായ സാഹചര്യങ്ങളെയൊക്കെ രാജ്യം മറികടക്കുക തന്നെ ചെയ്യും. അതിന്റെ സൂചനകൾ ലഭ്യമാകുമ്പോഴാണ് ഇവർ സമനില തെറ്റുന്നത് പോലെ ഇത്തരത്തിൽ തീർച്ചയായിട്ടും രാജ്യത്തിന്റെ യശസ്സാണ് ഇടിയുന്നത്. അല്ല, ഈ സ്വർണവും സ്വത്തും ഒക്കെ തട്ടിയെടുത്ത് ബാക്കിയുള്ളവർക്ക് വിതരണം ചെയ്യുമെന്നുള്ള പരാമർശം വന്നിരിക്കുന്നത് നിങ്ങളുടെ പ്രകടന പത്രികയെ വിമർശിച്ചുകൊണ്ടാണ്. അതിനെന്താണ് നിങ്ങൾക്ക് നൽകാവുന്ന മറുപടി? എന്താണ് ഈ പ്രകടന പത്രിക? ഞങ്ങളുടെ പാർട്ടി നേതാക്കള് ശ്രീ KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള ആളുകൾ കേരളത്തിൽ നിന്നും രാജ്യത്തെമ്പാട് നിന്നും ഇതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടുണ്ട്. അഭിഷേക് സിംഗ് പരാതി നൽകിയിട്ടുണ്ട്. പക്ഷേ ഇവിടെയൊക്കെ കള്ളനും പോലീസും ജഡ്ജിയും ഒക്കെ ഒരാൾ തന്നെയാകുന്ന ഒരു ഇന്ത്യയിൽ ഇതിന്റെയൊക്കെ പരിണിത ഫലം എന്താണെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. എന്നെ അതിലേറെ വലിയ വിഷമത്തിലാക്കുന്നത് സ്മൃതി, ഈ വിഷയത്തിന്റെ മെറിറ്റ് പാടെ വിസ്മരിച്ചുകൊണ്ട് ഈ വിഷയം ഉന്നയിച്ച ആളുടെ ആ സംസാരത്തിന്റെ നരേറ്റീവിന്റെയും മെറിറ്റിന് വെള്ളവും വളവും ഒഴിച്ചു കൊടുത്തുകൊണ്ട് ഇന്ത്യയിലെ നൂറുകണക്കിന് ചാനലുകൾ അവരുടെ പ്രൈം ടൈമുകൾ ചെലവഴിച്ച് മുന്നേറുകയാണ്. ഞാൻ ഓർത്തു പോവുകയാണ്, ഈ രാജ്യത്തൊക്കെ ഇത്തരത്തിലുള്ളൊരു ദുസ്ഥിതി വന്നു ചേരുമെന്ന് സ്വപ്നത്തിൽ പോലും നമ്മളൊരു 10 കൊല്ലം മുമ്പ് ചിന്തിച്ചിട്ട് പോലുമില്ലായിരുന്നു. ഈ രാജ്യം വളരെ പ്രതിലോമകരമായ ഒരു പ്രതലത്തിലൂടെയാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. എനിക്ക് സ്മൃതി പരുത്തിക്കാടിനോടും റിപ്പോർട്ടർ ചാനലിനോടും അല്ലെങ്കിൽ കേരളത്തിൽ ഇത് ചർച്ച ചെയ്യുന്ന മറ്റ് ചാനലുകളോടും അവരുടെ ആംഗിളിനോടും ഒക്കെ വലിയ മതിപ്പുണ്ട്. ഇത്തരത്തിലുള്ള നന്മയുടെ കൈത്തിരികൾ രാജ്യത്തിന്റെ ഏതെങ്കിലും കോണുകളിലെങ്കിലും ഉണ്ടല്ലോ എന്നുള്ളതിലൊരു ആശ്വാസം കൂടി പ്രകടിപ്പിക്കാൻ ഞാൻ ഈ അവസരം പ്രയോജനപ്പെടുത്തുകയാണ്. ഇതിനിടെ കയറിയിട്ട് കോൺഗ്രസിന് 2 അടി കൊടുക്കുന്ന ഒരു സമീപനം സ്വീകരിക്കുന്ന അനിൽകുമാറൊക്കെ ആത്മവിചിന്തനം നടത്തണം, പൊതുശത്രു ഏതാണെന്ന് തിരിച്ചറിയണം. ശ്രീ അനിൽകുമാർ, അങ്ങനെയെങ്കിൽ ശ്രീ അനിൽകുമാർ, താങ്കൾക്ക് മോദിയുടെ പ്രസംഗവുമായി ബന്ധപ്പെട്ട് പറയാവുന്ന കാര്യങ്ങൾ കൂടി ഇപ്പോൾ ഒന്ന് വിശദീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. മോദിയുടെ പ്രസംഗത്തെ എങ്ങനെ CPM കാണുന്നു എന്നുകൂടി വിശദീകരിക്കണം. താങ്കൾ കോൺഗ്രസിന് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞതുകൊണ്ടാണ്, നമ്മുടെ സമയവും അത്രയേ ഉള്ളൂ. മാത്രമല്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിലൊരു നടപടി എടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ ഈ ഘട്ടത്തിൽ? CPM-ന്റെ അഖിലേന്ത്യാ സെക്രട്ടറി ഇക്കാര്യത്തിലൊരു പരാതി ഡൽഹിയിലെ പോലീസിന് കൈമാറി കഴിഞ്ഞു. ഈ പ്രസംഗത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയെടുക്കുക മാത്രമല്ല, ക്രിമിനൽ കേസ് എടുക്കണം. അങ്ങനൊരു പരാതി ഞങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ നയം. അപ്പോൾ കോൺഗ്രസിൻ്റെ നയം എന്താണ്? മല്ലികാർജുന ഖാർഗെ പ്രകടന പത്രികയുമായി നരേന്ദ്രമോദിയുടെ വീട്ടിൽ ചെല്ലാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് എന്താണ് പറയുന്നത്? നരേന്ദ്രമോദിയെ കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക ബോധ്യപ്പെടുത്താൻ പോവുകയാണ്. ഇതാണ് യഥാർത്ഥത്തിൽ ഞങ്ങൾ തമ്മിലുള്ള തർക്കം, കോൺഗ്രസും ഞങ്ങൾ തമ്മിലുള്ള തർക്കം. നരേന്ദ്രമോദിയുടെ പേര് കേസെടുക്കണമെന്ന് CPIM. ഞങ്ങൾക്ക് നരേന്ദ്രമോദിയെ ഭയമാണെന്നാണ് ഇവിടെ കേരളത്തിലെ ഒരു നറേറ്റീവ്. പിണറായി വിജയന് ഭയമാണ്. പറയട്ടെ, നരേന്ദ്രമോദിയുടെ പേര് കേസെടുക്കാൻ വേണ്ടി റിട്ടേൺ പരാതി CPM കൊടുത്തു. മല്ലികാർജുന ഖാർഗെ നരേന്ദ്രമോദിക്ക് അപേക്ഷ കൊടുത്തിരിക്കുകയാണ്, എനിക്കൊന്ന് കാണണം, പ്രകടന പത്രികയുടെ ഇത്രയും പേജിൽ ഇന്ന വകുപ്പേ ഉള്ളൂ, നിങ്ങൾ പറഞ്ഞില്ല. ഇതല്ലേ കോൺഗ്രസ് CPM എന്നുള്ള വ്യത്യാസം? ആ വ്യത്യാസം കേരളത്തിലെ ജനങ്ങളെ മനസ്സിലാക്കുന്നതിന് എന്താ ബുദ്ധിമുട്ട്? ഞങ്ങൾ പറയുമ്പോൾ കോൺഗ്രസ് ഈ പോരാട്ടത്തിനകത്ത് ജനങ്ങളെ വഞ്ചിക്കുന്നില്ലേ? സൂറത്ത് നിന്നൊരു MP വന്നല്ലോ, ലോകസഭയിലേക്ക് ഒരു MP തിരഞ്ഞെടുക്കപ്പെട്ടു. സൂറത്ത് നിന്നൊരു MP. നമ്മൾ ഹിമാചൽ പ്രദേശിൽ 10 ആളുകൾ ജയിച്ചു പോയത്, നിയമസഭയിൽ ജയിച്ചു പോയത് നമ്മൾ കണ്ടല്ലോ. ഹിമാചലല്ല, അരുണാചൽ പ്രദേശ്. ഇപ്പോൾ സൂറത്തിൽ നിന്ന് MP BJPക്ക് വന്നത് എങ്ങനെ?
ഇപ്പം നിങ്ങളൊരു നോമിനേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ നോമിനേഷനൊക്കെ തൊപ്പിടാൻ ഒരാളില്ലേ? കൈപ്പത്തി ചിഹ്നത്തിൽ ഒരാളെ മത്സരിപ്പിക്കാൻ ഒരാളില്ലേ? അതിന് പകരം 10 പേരുടെ നോമിനേഷൻ കൊടുക്കുകയാണ്. 10 പേരെ എൻ്റെ തൊപ്പിടുകയാണ്. അതിൽ 3 ആളുകൾ BJP-ക്കാരാ. എന്നിട്ട് അവർ പറയുകയാണ് ഞങ്ങൾ ഒപ്പിട്ടിട്ടില്ല. ഇങ്ങനെ BJP-യെ സഹായിച്ചുകൊണ്ടിരിക്കുന്നവർ ഏത് പോരാട്ടം നടത്തുമെന്നാണ് പറയുന്നത്? ഞങ്ങൾ അതുകൊണ്ടാണ് പറയുന്നത്. ഇവിടെ ശ്രീ അനന്തപത്മനാഭൻ പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. നരേന്ദ്രമോദി തെറ്റ് തിരുത്തും. ഗുജറാത്ത് വംശഹത്യ നടത്തിയ നരേന്ദ്രമോദി, ആ കാലഘട്ടത്തിൽ നേതൃത്വം കൊടുത്ത നരേന്ദ്രമോദിയുടെ സംഘപരിവാർ, അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ബിൽക്കിസ് ബാനു കേസ്, ആ കേസിലെ പ്രതികളെ തുറന്നു വിട്ടില്ലേ? എന്നിട്ട് നരേന്ദ്രമോദിക്ക് കുറ്റബോധമുണ്ടോ? ഗുജറാത്തിലെ വംശഹത്യയുടെ കാര്യത്തിൽ കുറ്റബോധമുണ്ടോ? എന്നിട്ട് ബിൽക്കിസ് ബാനുവിൻ്റെ കേസിൽ സഹായമായി കൊടുത്ത ടീസ്ത സതൽവാദിനെ ജയിലിലടച്ചില്ലേ? ഇവർക്ക് എന്തെങ്കിലും കുറ്റബോധമുണ്ടോ? എത്ര പേരെ ഇപ്പോൾ ജയിലിൽ കിടക്കുന്നത് ഗുജറാത്തിൽ വേട്ടയാടപ്പെട്ട്? നരേന്ദ്രമോദിക്ക് കുറ്റബോധം ഉണ്ടാകുമോ? ഇത് RSS ആണ്, ഇത് സംഘപരിവാരമാണ്, ഇത് ഫാസിസമാണ്. ആ ഫാസിസത്തോട് വിട്ടുവീഴ്ചയില്ലാതെ പൊരുതുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പേരാണ് CPIM. ആ CPIM-നെ ആക്രമിക്കാൻ നിങ്ങൾ മോദിയോടൊപ്പം നിൽക്കുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ ആക്ഷേപം. എന്താ ആക്ഷേപത്തിന് കാരണം? നിങ്ങൾ രാമക്ഷേത്ര നിർമ്മിതിക്ക് നന്ദി രേഖപ്പെടുത്തിയ പ്രമേയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ നിലപാടെന്താ? ദേശീയ സുരക്ഷാ നിയമവുമായി ബന്ധപ്പെട്ട് അമിത്ഷാ ചൂണ്ടിക്കാണിച്ചപ്പോൾ നിങ്ങളതിന് പിന്തുണ കൊടുത്തില്ലേ? അവിടെ ഇറങ്ങിപ്പോയില്ലേ? അതിനെ എതിർക്കാതിരുന്നില്ലേ? ഇത് കോൺഗ്രസിനോട് ഞങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾ BJP-ക്കെതിരായ സമരത്തിൽ വെള്ളം ചേർക്കുന്നു. ഞങ്ങൾ നേരിട്ട് യുദ്ധത്തിലാണ്. അതുകൊണ്ട് സീതാറാം യെച്ചൂരി നേരെ കേസ് കൊടുക്കാൻ പോയി. ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം അതാണ്. അതുകൊണ്ട് കൃത്യമായി ഞങ്ങൾ നിലപാട് സ്വീകരിക്കുന്ന കാര്യം എന്താണ്? മോദി ഇതല്ല ഇതിനപ്പുറം പറയും. മോദി ഇതല്ല ഇതിനപ്പുറം പറയും. ഞാൻ പറയട്ടെ, എന്റെ സമയം. മോദി ഇതല്ല ഇതിനപ്പുറം പറയും. മോദി ഇതിനല്ല ഇതിനപ്പുറം പറയും. കേരളത്തിൽ പരാതി കൊടുത്തിട്ടുണ്ട്, കേസെടുക്കോ? പിണറായി വിജയൻ കേസെടുക്കോ? പേര് കേരളത്തിൽ പരാതി കൊടുത്തിട്ടുണ്ട്, പിണറായി വിജയൻ കേസെടുക്കോ? ശരി, പറയട്ടെ ശ്രീകുമാർ. ഒരു കാര്യം ഞാൻ വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുന്നു. ഒരു IT മന്ത്രി ഉണ്ടല്ലോ, രാജീവ് ചന്ദ്രശേഖർ, കേസെടുക്കാൻ തന്നെയാണ് കാണിച്ചോ? അനിൽ ആന്റണിയുടെ പേര് കേസെടുക്കാൻ തന്നെയാണ് കാണിച്ചോ? ഒരു വിട്ടുവീഴ്ച അക്കാര്യത്തിൽ ഉണ്ടാവില്ല. തൃശ്ശൂരെ സ്ഥാനാർത്ഥിയുടെ പേര് കേസെടുക്കാൻ തന്നെയാണ് കാണിച്ചോ? ഒരു തൻ്റെ കുറവും കേരള സർക്കാരിനില്ല. പക്ഷെ കേരളത്തിലെ ഗവൺമെന്റ് നിലപാടത്തിലല്ല, CPM-ന്റെ അഖിലേന്ത്യാ സെക്രട്ടറി പരാതി കൊടുത്തു. നിങ്ങൾ എന്തുകൊണ്ടൊരു പരാതി കൊടുത്തില്ല? നിങ്ങളുടെ AICC എന്തുകൊണ്ടൊരു പരാതി കൊടുത്തില്ല? കോൺഗ്രസിന്റെ പ്രകടന പത്രികയെ തെറ്റായി വ്യാഖ്യാനിച്ചപ്പോൾ അതെ, എന്റെ ചോദ്യം ക്രിമിനൽ കുറ്റമല്ലേ? മുട്ടിടിക്കോ? ഒരു കേസെടുക്ക്. പരാതികൾ മല്ലികാർജുന ഖാർഗെ പരാതി കൊടുക്കോ? നിങ്ങളൊരു കേസ് മല്ലികാർജുൻ ഖാർഗെയുടെ തിരിച്ചറിയാത്ത നിങ്ങളോട് എന്ത് പറയാനാ? ഒരു പ്രതീകാത്മക രാഷ്ട്രീയം പരാതി കൊടുക്കാൻ അകമ്പടി പോയത് ഞങ്ങളെ പരാതി പരാതിയിൽ FIR ഒരു കേസിൽ പരാതിയിൽ FIR ഒരു FIR ഡയറക്റ്റാണ്. 6 പരാതി പരാതി കൊടുക്കാൻ ധൈര്യമുണ്ടോ? മല്ലികാർജുന ഖാർഗെക്ക് പരാതി കൊടുക്കാൻ ധൈര്യമുണ്ടോ? പല സംസ്ഥാനങ്ങളിൽ ക്രിമിനൽ കേസ് കൊടുത്തു, പലതും കൊടുത്തു. പിന്നെ ഇവര് പറയുന്ന പേരുണ്ടോ? നിങ്ങൾ പിണറായി വിജയന്റെ പോലീസ് പരാതി ഈ സീതാറാം യെച്ചൂരി കേരളത്തിൽ വന്ന് കേസ് കൊടുത്താൽ നിങ്ങൾ FIR ഇടോ? സീതാറാം യെച്ചൂരി കേരളത്തിൽ വന്ന് കേസ് കൊടുത്താൽ നിങ്ങൾ FIR ഇടോ? മല്ലികാർജുന ഖാർഗെ നിങ്ങൾ സീതാറാം യെച്ചൂരി ഇവിടെ കേരളത്തിൽ വന്ന് പരാതി കൊടുത്ത FIR ധൈര്യം പിണറായി വിജയനുണ്ടോ? ഞങ്ങളാണ് ഈ രാജ്യത്ത് ഉടനീളം ശബ്ദമുയർത്തിയത്. ഞങ്ങളാണ് ശബ്ദമുയർത്തുന്നത്. നിങ്ങളെ മോശമായ പദപ്രയോഗം നടത്തണ്ട.
നിങ്ങളെ മൂത്രമൊഴിയും മറ്റ് സീതാറാം പ്രയോഗങ്ങളും യെച്ചൂരി നടത്തേണ്ട. കേസ് അതൊക്കെ കൊടുത്തു. പിണറായി സീതാറാം വിജയന്റെ യെച്ചൂരിയുടെ വീട്ടിൽ ചെന്ന് തന്റെ ചോദിച്ചാൽ മതി. ഇടം ആരാണ് രാഹുൽ മൂത്രമൊഴിക്കുന്നത്, ഗാന്ധിക്ക് ആരാണ് മൂത്രമൊഴിക്കുന്നതെന്നൊക്കെ. സീതാറാം യെച്ചൂരിയുടെ തന്റെ ഇടം നിങ്ങളൊന്ന് ഗാന്ധിക്കില്ല. എന്റെ പൊന്നു സീതാറാം സ്നേഹിത യെച്ചൂരിയുടെ പരാതി തന്റെ ഇടം കൊടുത്ത മല്ലികാർജ്ജുന ആളുകളുടെ ഖാർഗെക്കില്ല, രാഹുൽ വ്യക്തികളെ ഗാന്ധിക്കില്ല. താരം ശരി, അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭനിലേക്ക് ഒരു അദ്ദേഹത്തിന് കൂടി ഒരു അവസരം കൊടുക്കട്ടെ. സമയം കഴിയുകയാണ്. ദയവേത് നിങ്ങളൊന്ന് സഹകരിക്കണം. അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെ നടപടിയെടുത്തിട്ടില്ല, പരാതി ഇതിനകം നൽകി കഴിഞ്ഞിരിക്കുന്നു. ഇതിനപ്പുറമുള്ള സാധ്യതകൾ എന്താണ് പ്രതിപക്ഷ പാർട്ടികളെ സംബന്ധിച്ച് ഇത്രത്തോളം വർഗീയ പ്രസംഗം നടത്തി കഴിഞ്ഞ ശേഷം? സ്മൃതി, ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതിന്റെ സമ്പൂർണമായിട്ടുള്ള അധികാരം തെരഞ്ഞെടുപ്പ് കമ്മീഷനാണെന്ന് സുപ്രീം കോടതിയുടെ ഒരുപാട് വിധികളുണ്ട്, ഭരണഘടനാ ബെഞ്ചിന്റെ. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇതുവരെയുള്ള പ്രവർത്തനം ലോകം മുഴുവൻ ശ്ലാഘിച്ചതാണ്. കാരണം ഇന്ത്യയിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായിട്ടുള്ള ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് വളരെ കുറ്റമറ്റ രീതിയിൽ ചെറിയ അവിടെ ചെറിയ തകരാറുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിച്ച് എത്രയും ഭംഗിയായിട്ട് നടത്തിക്കൊണ്ടുപോയി എന്ന ഒരു ആദരവ് പിടിച്ചു പറ്റിയ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. പക്ഷെ ദൗർഭാഗ്യവശാല ഈയിടെയായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത് ഗവൺമെന്റ് തന്നെയാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് റിട്ടേൺ ആയിട്ട് കോൺഗ്രസ് ഒരു പരാതി കൊടുത്തിട്ടും അതിന് ഒരു നടപടി വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അതിൽ സങ്കടപ്പെടേണ്ടതുണ്ട്. പിന്നെ ശ്രീ അനിൽകുമാർ എന്നെപ്പറ്റി ഒരു കാര്യം പറഞ്ഞ് ഞാൻ ഒറ്റ വാക്കിൽ മറുപടി പറഞ്ഞുകൊള്ളട്ടെ. ഞാൻ പറഞ്ഞത് പേഴ്സണൽ ആയിട്ട് ഒരാൾ തിരുത്തുവോ ഇല്ലയോ എന്നുള്ളതല്ല. ഇന്ത്യ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇന്ത്യ ഒരു സെക്യുലർ ഡെമോക്രസി ആയിക്കൊണ്ട് മാത്രമേ, എല്ലാ വിഭാഗം ജനങ്ങളെയും ഒരുമിച്ച് എടുത്തുകൊണ്ട് മാത്രമേ ഈ രാജ്യത്തെ ഭരണം നടത്തിക്കൊണ്ടു പോകാൻ കഴിയൂ എന്ന തിരിച്ചറിവ് ഭരണത്തിലിരിക്കുന്നത് ആരാണെങ്കിലും അവർക്ക് വരണം എന്ന് മാത്രമാണ് പറഞ്ഞത്. കോൺഗ്രസ് ആ മാനിഫെസ്റ്റോ അയച്ചു കൊടുക്കുന്നതിൽ എന്താണ് തെറ്റ്? ആ മാനിഫെസ്റ്റോയിൽ ഇങ്ങനെ ഉണ്ട് എന്ന അടിസ്ഥാനരഹിതമായിട്ടുള്ള ഒരു കളവ് പറയുമ്പോൾ അങ്ങനെ ഇല്ല എന്ന് കാണിക്കാൻ വേണ്ടി ആ മാനിഫെസ്റ്റോ പ്രധാനമന്ത്രിക്ക് തന്നെ അയച്ചു കൊടുക്കുകയാണ് കോൺഗ്രസ്. അതിൽ ഒരു പൗരൻ എന്ന നിലയിൽ എനിക്ക് യാതൊരു തെറ്റും കാണാൻ കഴിയുന്നില്ല. അദ്ദേഹം പറഞ്ഞത് എന്താണ് അതിനകത്തെ തെറ്റ്? ഈ പ്രതിപക്ഷ കക്ഷികൾ ഒരുമിച്ച് നിൽക്കേണ്ട ഈ ഒരു സമയത്തെങ്കിലും ദയവ് ചെയ്ത് ഈ ഒരു വിഷയത്തിലെങ്കിലും ഇന്ത്യ മഹാരാജ്യത്തെ ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് പ്രതിപക്ഷ കക്ഷികള് നമുക്ക് ഒറ്റ സ്റ്റാൻഡേ ഉള്ളൂ എന്നുള്ള ഒരു സ്റ്റാൻഡ് എന്തുകൊണ്ട് ശ്രീ അനിൽകുമാർ പറയുന്നില്ല എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ശരി, സെക്യുലർ കക്ഷികളുടെ ഒരുമയാണ് ഈ ഘട്ടത്തിൽ ആവശ്യപ്പെടുന്നത് രാജ്യം. ഏതായാലും പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിനെതിരെ CPM നൽകിയ പരാതി പോലീസ് സ്വീകരിച്ചില്ല എന്നൊരു വാർത്ത കൂടി ഈ ഘട്ടത്തിൽ നൽകാനുണ്ട്. ദില്ലി മന്ദിർമാർഗ് പോലീസ് സ്റ്റേഷനിൽ ബൃന്ദ കാരാട്ടിന്റെ നേതൃത്വത്തിലാണ് പരാതി നൽകാൻ നീക്കം നടത്തിയത്. പക്ഷേ ദില്ലി പോലീസ് കമ്മീഷണർക്ക് ഇമെയിലിൽ പരാതി നൽകിയിരുന്ന പരാതി പോലീസ് സ്റ്റേഷൻ സ്വീകരിച്ചില്ല എന്നുള്ളതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന വാർത്ത. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ഇനി ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.